ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഡയറി സയൻസിനകത്ത് ബാക്കിയുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾ പെട്ടെന്ന് തീർക്കാൻ നോക്കുകയാണേ. അപ്പോൾ ആദ്യം അതിനകത്ത് എന്താ ബാക്കിയായിട്ടുള്ളത്? കണ്ടൻസ്ഡ് മിൽക്കാണ് അല്ലേ. അപ്പോൾ ദഹി, യോഗേട്ട് അതുപോലുള്ള പ്രൊഡക്ട്സ് ഒക്കെ കണ്ടു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിനകത്ത് നമുക്ക് എന്താണെന്ന് പറയുന്നത്, സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ഈസ് ദ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് ബൈ പാർഷ്യൽ റിമൂവൽ ഓഫ് വാട്ടർ. നമ്മുടെ മിൽക്കിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനകത്ത് 87% വാട്ടറാണ് അല്ലേ. എല്ലാവരും റിവിഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ. കോമ്പോസിഷൻ ഓഫ് മിൽക്ക്, ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ്, അങ്ങനെ ഓരോന്നായിട്ട് നോക്കി വരിക. ഓക്കെ, ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ പാർഷ്യൽ റിമൂവൽ ഓഫ് വാട്ടർ ഫ്രം ദ മിൽക്ക് വിത്ത് ദ അഡീഷൻ ഓഫ് ഷുഗർ. അതായത് നമ്മളെ മിൽക്കിൽ നിന്ന് വാട്ടർ റിമൂവ് ചെയ്യുന്നു പാർഷ്യലായിട്ട്. മൊത്തത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റില്ല, പാർഷ്യലായിട്ട് നമ്മൾ റിമൂവ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഷുഗർ ആഡ് ചെയ്യും കൂടി ചെയ്യുന്നുണ്ട്. സോ സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ഇസ് ദ പാർഷ്യൽ റിമൂവൽ ഓഫ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ദ പാർഷ്യൽ റിമൂവൽ ഓഫ് വാട്ടർ ഫ്രം ദ മിൽക്ക് വിത്ത് ദ അഡീഷൻ ഓഫ് ഷുഗർ. ഓക്കെ, ഷുഗറിന് പകരം നമുക്ക് എന്ത് ആഡ് ചെയ്യാം? സൂക്രോസ് ആഡ് ചെയ്യാം വിത്ത് അതർ ഷുഗേഴ്സ്. സൂക്രോസും അതർ ഷുഗേഴ്സും നമുക്ക് ആഡ് ചെയ്യാം. എന്തായാലും മധുരം അല്ലേ. കണ്ടൻസ്ഡ് മിൽക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. മിൽക്ക് മെയ്ഡ് എന്ന പേരിൽ നമുക്ക് കിട്ടാറുണ്ട്, മിഠായി മെയ്ഡ് എന്ന് പറഞ്ഞ പേരിൽ കിട്ടാറുണ്ട്, കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറഞ്ഞ് കിട്ടാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഈ പറഞ്ഞിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറയുക. ഓക്കെ, ഫസ്റ്റ് 1820s നിക്കോളാസ് അപ്പേർട്ട് എന്ന് പറയുന്ന ഒരാളാണ്. നിക്കോളാസ് അപ്പേർട്ട്, ഓക്കെ, APPERT, അപ്പേർട്ട് എന്ന് പറയുന്ന ഒരാൾ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് യൂസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? മിൽക്കിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെ? കണ്ടൻസ് ചെയ്തിട്ട്. അപ്പോൾ അതാ നമ്മുടെ മിൽക്കിനകത്ത് നിന്ന് മോയ്സ്ചർ കണ്ടൻറ്റ് പോയി. മോയ്സ്ചർ കണ്ടൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതിനകത്ത് വരുന്നുള്ള മൈക്രോബിൻ്റെ ലോഡ് നമുക്ക് ഒരുപാട് കുറക്കാൻ പറ്റും. പിന്നെ ഷുഗറാണ് ആഡ് ചെയ്യുന്നുള്ളത്, അതൊരു പ്രിസർവേറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഈ നിക്കോളാസ് അപ്പേർട്ട് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു? ഇതൊരു പ്രിസർവേറ്റീവ് മെത്തേഡായിട്ട് പണ്ട് കാലത്ത് യൂസ് ചെയ്തു 1820s. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് എന്ത് പറയുന്നു? ഫാദർ ഓഫ് അപ്പേർട്ടൈസേഷൻ എന്നറിയപ്പെടുന്നു. അതിനുശേഷം ഒരു 1856 വേറൊരു സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ വേറൊരു ആള്, ഗെയിൽ ബോർഡൻ എന്ന് നമുക്ക് പറയാം. സയൻറ്റിസ്റ്റ് അല്ല കേട്ടോ, ഗെയിൽ ബോർഡൻ എന്ന് നമുക്ക് പറയാം. എന്താണ് 1856 ഗെയിൽ ബോർഡൻ എന്ന് പറയുന്ന ആൾ എന്താണ് കൊമേഴ്ഷ്യലി ഈ കണ്ടൻസിങ് മിൽക്കിന് ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തു. കൊമേഴ്ഷ്യലി ഇദ്ദേഹമാണ് ഡെവലപ്പ് ചെയ്തത്. ഇദ്ദേഹം സാധാരണ ഒരു പ്രിസർവേഷൻ മെത്തേഡായിട്ടാണ് യൂസ് ചെയ്തത്. കൊമേഴ്ഷ്യലി നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിനെ, ഒരു മെത്തേഡിനെ ഡെവലപ്പ് ചെയ്തത് ഗെയിൽ ബോർഡൻ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ഇവരെയാണ് നമ്മൾ ഫാദർ ഓഫ് ദ പ്രോസസ് ഓഫ് മിൽക്ക് കണ്ടൻസിങ് എന്നറിയപ്പെടുന്നത്. സോ ഫാദർ ഓഫ് അപ്പേർട്ടൈസേഷൻ ചോദിച്ചാൽ നിക്കോളാസ് അപ്പേർട്ട്. അതറിയാലോ, അദ്ദേഹം എന്താണ് പ്രിസർവേഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തത്. ഇവിടെയാണ് ഇത് കൊമേഴ്ഷ്യലി ഒരു മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫാദർ ഓഫ് പ്രോസസ് ഓഫ് മിൽക്ക് കണ്ടൻസിങ്, ഫാദർ ഓഫ് ദ പ്രോസസ് ഓഫ് മിൽക്ക് കണ്ടൻസിങ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? ഗെയിൽ ബോർഡൻ ആണ്. ഓക്കെ, ഗെയിൽ ബോർഡൻ ആണ് ഫാദർ ഓഫ് പ്രോസസ് ഓഫ് മിൽക്ക് കണ്ടൻസിങ്ങിന് വരുന്നുള്ളത്. ഓക്കെ, പിന്നെ ഇദ്ദേഹം ഫസ്റ്റ് സോൾവ് ചെയ്തിരിക്കുന്ന മീറ്റ് എന്ന് പറയുന്നത് ഏത് ബ്രാൻഡാണ്? ഈഗിൾ ബ്രാൻഡാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടി, എനിക്കിഷ്ടമായതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഈഗിൾ ബ്രാൻഡിലാണ് അദ്ദേഹം ഫസ്റ്റ് സെയിൽ ചെയ്തത്. അപ്പോൾ എന്താണ് ഒരു കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതിനുശേഷം ഫാദർ ഓഫ് അപ്പേർട്ടൈസേഷനും അതുപോലെ തന്നെ ഫാദർ ഓഫ് ദ പ്രോസസ് ഓഫ് മിൽക്ക് കണ്ടൻസിങ്ങും, അങ്ങനെ രണ്ട് ആൾക്കാരുണ്ട്. ഗെയിൽ ബോർഡനും അതുപോലെ തന്നെ നമ്മുടെ നിക്കോളാസ് അപ്പേർട്ടും. ആ രണ്ട് കാര്യങ്ങളുമാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. ഇനി നമുക്ക് FSSAI സ്റ്റാൻഡേർഡ്സ് നോക്കണ്ടേ? ഓരോന്നിൻ്റെയും സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലേ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാ നമുക്ക് ചോദിക്കാമെന്ന് പറയാൻ പറ്റില്ലല്ലോ, അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ്സിലോട്ട് വരുമ്പോൾ നമ്മൾ മിൽക്ക് ഫാറ്റ് സ്വീറ്റ് കണ്ടൻസ്ഡ് മിൽക്കിനകത്ത് മിൽക്ക് ഫാറ്റ് എന്ന് പറയുന്നത് 8% ആയിരിക്കും. മിനിമം 8% എന്തുണ്ടാവണം? മിൽക്ക് ഫാറ്റ് ഉണ്ടാവണം. കണ്ടൻസ്ഡ് മിൽക്കിനകത്ത് മിനിമം 8% മിൽക്ക് ഫാറ്റ് ഉണ്ടാവണം. മിൽക്ക് ഫാറ്റ്. ഇനി മിൽക്ക് സോളിഡ്സ് ആണെങ്കിലോ, മിൽക്ക് സോളിഡ്സ് മിനിമം 28% ഉണ്ടാവണം. മിൽക്ക് ഫാറ്റ് 8%, മിൽക്ക് സോളിഡ്സ് 28%, പിന്നെ മിൽക്ക് പ്രോട്ടീൻ അതെത്ര വരും? 34%. സോ മിൽക്ക് ഫാറ്റ് 8% ആണ് കണ്ടൻസ്ഡ് മിൽക്കിനകത്ത്, 8% ആണ് ഫാറ്റ് വരിക, 34% ആണ് പ്രോട്ടീൻ വരിക, 28% ആണ് മിൽക്ക് സോളിഡ്സ് വരിക. ഓക്കെ, അതാണ് ഏതിൻ്റെ കേസിൽ പറയാനുള്ളത്? നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലോ ചാർട്ട് നോക്കാം. ആദ്യം എന്താ ചെയ്യുക? മിൽക്ക് റിസീവ് ചെയ്യും അല്ലേ, റിസീവിങ് മിൽക്ക്. അത് നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയണ്ട. അതിനുശേഷം നമ്മൾ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് അതിനെ ക്ലാരിഫൈ ചെയ്യും. അല്ല, ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യും.
എന്നിട്ട് സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്യും. ഫസ്റ്റ് സ്റ്റാൻഡേർഡൈസേഷൻ നമ്മൾ പറഞ്ഞില്ലേ, സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് 2 സ്റ്റേജ് ആയിട്ട് സ്റ്റാൻഡേർഡൈസേഷൻ അല്ല ഹോമോജനൈസേഷൻ ആയിരുന്നു അല്ലേ അത്. എന്നാൽ ഇവിടെ ഓർത്തോളൂ, ഈ സ്റ്റാൻഡേർഡൈസേഷൻ നമ്മൾ 2 സ്റ്റേജിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ക്ലാരിഫിക്കേഷൻ ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ സ്റ്റാൻഡേർഡൈസേഷൻ, ഫസ്റ്റ് സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്യുന്നു, എന്നിട്ട് ഹോമോജനൈസേഷൻ ചെയ്യുന്നു, അതിനുശേഷം പ്രീ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, പ്രീ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഇതൊരു 110 to 120 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇത് ചെയ്യുക കേട്ടോ. 110 to 120 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ പ്രീ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ എന്താണ്, ഇവാപ്രേഷൻസ് ചെയ്യും. അത് മൾട്ടി സ്റ്റേജ് ഇവാപ്രേഷനാണ്. മൾട്ടി സ്റ്റേജ് ഇവാപ്രേഷൻ ചെയ്യും. ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാറുണ്ട് കേട്ടോ ഓരോന്നായിട്ട്. അതിന് ശേഷം ഇവാപ്രേഷന് ശേഷമാണ് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നുള്ളത്. ഈ ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്യും. ഓക്കെ, ഷുഗറിൻ്റെ കണ്ടൻറ്റൊക്കെ നോക്കിയിട്ട് അതാണ് സെക്കൻഡ് സ്റ്റേജ് സ്റ്റാൻഡേർഡൈസേഷൻ. അതിന് ശേഷമാണ് കണ്ടൻസിങ്, പിന്നെ കൂളിങ്, പാക്കിങ്, സ്റ്റോറിങ്. കൂള്, പാക്ക്, സ്റ്റോർ. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, നമ്മൾ മിൽക്ക് റിസീവ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ക്ലാരിഫൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റാൻഡേർഡൈസേഷൻ, അതായത് മിൽക്കും സോളിഡ് നോട്ട് ഫാറ്റൊക്കെ ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നു. അതിനുശേഷം ഹോമോജനൈസേഷൻ ചെയ്യുന്നു. ഹോമോജനൈസേഷന് ശേഷം പ്രീ ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് 110 to 120 ഡിഗ്രി സെൽഷ്യസ്. 110 to 120 ഡിഗ്രി സെൽഷ്യസ് നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്യുന്നു. അതിനുശേഷം മൾട്ടി സ്റ്റേജ് ഇവാപ്രേഷനാണ് വരുന്നത്. ഈ മൾട്ടി സ്റ്റേജ് ഇവാപ്രേഷൻ്റെ കേസിൽ ഒരു ടെമ്പറേച്ചർ ഒരു 50 to 70 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, 45 to 75 അല്ലെങ്കിൽ 50 to 70 ഡിഗ്രി സെൽഷ്യസിലാണ് ഇവാപ്രേഷൻ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഇവാപ്രേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഷുഗർ ആഡ് ചെയ്യും. ഈ ഷുഗർ സാധാരണ ഒരു 65% ഒക്കെയാണ് ആഡ് ചെയ്യുക. 65% ഒക്കെയാണ് ഷുഗർ ആഡ് ചെയ്യുക. അതിന് ശേഷം സെക്കൻഡ് സ്റ്റേജ് സ്റ്റാൻഡേർഡൈസേഷനാണ്. അതിനുശേഷം നമ്മൾ കണ്ടൻസ് ചെയ്യുന്നു, കൂൾ ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. ഇതാണ് ഏതിൻ്റെ കേസിൽ പറയാനുള്ളത്, ഇവാപ്രേറ്റഡ് മിൽക്കിൻ്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഹോമോജനൈസേഷൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവാപ്രേഷൻ ചെയ്തിട്ട് അതിന് നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്തിട്ടാണ് അതിനെ കണ്ടൻസ് ചെയ്യുന്നുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ റോ മിൽക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നല്ല പ്രോട്ടീൻ സ്റ്റെബിലിറ്റി ഉള്ള മിൽക്ക് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളിതിങ്ങനെ ഇവാപ്രേഷനൊക്കെ ചെയ്യല്ലേ, അപ്പോൾ ഒരുപാട് നേരം നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ചില പ്രോട്ടീൻസ് പെട്ടെന്ന് ഡീനേച്ചർ ചെയ്ത് പോകും. അങ്ങനെ പെട്ടെന്ന് ഡീനേച്ചർ ചെയ്യുന്ന പ്രോട്ടീൻസ് ആവാൻ പാടില്ല. നല്ല പ്രോട്ടീൻ സ്റ്റെബിലിറ്റി ഉള്ള മിൽക്ക് ആയിരിക്കണം നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. സോ മിൽക്ക് ഷുഡ് ഹാവ് എ ഗുഡ് പ്രോട്ടീൻ സ്റ്റെബിലിറ്റി ടു ഹൈ ടെമ്പറേച്ചേഴ്സ്. നല്ല ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്താലും അവിടെ നല്ല സ്റ്റെബിലിറ്റി കാണിക്കുന്നുള്ള പ്രോട്ടീൻസ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ pH ഒരു 6.7 to 6.8 ആയിരിക്കണം നോർമൽ. ഓക്കെ, 6.7 to 6.8 ആയിരിക്കണം. പിന്നെ ഇവിടെ ആൽക്കഹോൾ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. ആൽക്കഹോൾ ടെസ്റ്റ് നമ്മൾ മിൽക്ക് എടുക്കുന്നതിന് മുമ്പേ, അതായത് 68% ആൽക്കഹോളുമായിട്ട് നമ്മുടെ മിൽക്കിനെ നമ്മൾ എന്ത് ചെയ്യും, മിക്സ് ചെയ്യും. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അവിടെ പ്രസിപ്പിറ്റേഷൻ ഒന്നും ഫോം ചെയ്യാൻ പാടില്ല. ആൽക്കഹോൾ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് നോക്കും, ആൽക്കഹോൾ ഇൻഡെക്സ് എത്രയാണെന്ന് നോക്കും. അതായത് നമ്മുടെ മിൽക്ക് എടുത്തു, അതിനകത്തേക്ക് നമ്മൾ ആൽക്കഹോൾ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഫ്ലേക്ക് ഫോമേഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു 7 ml ആൽക്കഹോളൊക്കെ ആഡ് ചെയ്തതിന് ശേഷമാണ് ഫ്ലേക്ക് ഫോമേഷൻ വന്നതെങ്കിൽ ആ മിൽക്ക് ഗുഡാണ്. ഓക്കെ, 7 ml ആൽക്കഹോളൊക്കെ ആഡ് ചെയ്തതിന് ശേഷമാണ് ആ മിൽക്കിൽ പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ ഫ്ലേക്സ് ഫോം ചെയ്തതെങ്കിൽ ആ മിൽക്ക് ഗുഡാണ്. ഇനി അതല്ല, ഒരു 3 ml ഒക്കെ ആഡ് ചെയ്യുന്നതിന് മുമ്പേ അല്ലെങ്കിൽ 2 ml ഒക്കെ ആഡ് ചെയ്യുമ്പോഴേ 1 ml ഒക്കെ ആഡ് ചെയ്തപ്പോഴേ ഫ്ലേക്സ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മിൽക്ക് ബാഡാണ്. അപ്പോൾ ആൽക്കഹോൾ ഇൻഡെക്സ് എപ്പോഴും നമുക്ക് ടെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആൽക്കഹോൾ ഇൻഡെക്സ് ഒരു 3 ml 2 ml ഒക്കെ ആണെങ്കിൽ നമ്മളതിനെ റിജക്റ്റ് ചെയ്യും. അതല്ല ഒരു എബവ് 7 ഒക്കെയാണ് ആൽക്കഹോൾ ഇൻഡെക്സ് വരുന്നുള്ളതെങ്കിൽ ആ മിൽക്ക് ഗുഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ മിൽക്കിന് 68% ആൽക്കഹോളിൽ വെച്ചിട്ട് നമ്മൾ മിൽക്കിനെ മിക്സ് ചെയ്യും. ആ സമയത്ത് പ്രോട്ടീനിൽ പ്രസിപ്പിറ്റേഷനൊന്നും വരാൻ പാടില്ല. പിന്നെ ഒന്നാണ് ക്ലോട്ടോൺ ബോയിലിംഗ് ടെസ്റ്റ്. നമ്മൾ പ്ലാറ്റ്ഫോം ടെസ്റ്റിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മിൽക്ക് റിസീവ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് മിൽക്കിൻ്റെ കേസിൽ പറഞ്ഞിരുന്നു ക്ലോട്ടോൺ ബോയിലിംഗ് ടെസ്റ്റ്. അപ്പോൾ അങ്ങനെ ക്ലോട്ടോൺ ബോയിലിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കുറച്ച് എമൗണ്ട് ഓഫ് മിൽക്ക് എടുത്തിട്ട് അതിനെ ബോയിൽ ചെയ്യുന്നു. ആ സമയത്ത് നമുക്ക് ക്ലോട്ട്സ് ഒന്നും ഫോം ചെയ്യാൻ പാടില്ല. അങ്ങനെ ക്ലോട്ട്സ് ഒന്നും ഫോം ചെയ്യുന്നില്ല എങ്കിൽ അതിനർത്ഥം എന്താണ്, ഇത് പ്രോട്ടീൻസ് സ്റ്റേബിൾ ആണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ആൽക്കഹോൾ ഇൻഡെക്സും ക്ലോട്ടോൺ ബോയിലിംഗ് ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ മിൽക്കിനെ എന്തിനു വേണ്ടി എടുക്കുന്നുള്ളത്, ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നുള്ളത്. അതിന് സ്റ്റാൻഡേർഡൈസേഷൻ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുമ്പോൾ ഫാറ്റ് ഈസ് ടു SNF എടുക്കുകയാണെങ്കിൽ ഫാറ്റിൻ്റെയും SNFൻ്റെയും റേഷ്യോ എപ്പോഴും 1:2.44 ആയിരിക്കണം.
1:2.44 ആയിരിക്കണം എപ്പോഴും ഫാറ്റിൻ്റെയും മെസൻറ്റിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റേജിലാണ്. ഫസ്റ്റ് നമ്മൾ മിൽക്ക് എടുത്തിട്ട് എന്താണ് സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്നുണ്ടല്ലോ, ക്ലാരിഫൈ ചെയ്തിട്ട് സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്നത്. അവിടെ നമ്മൾ ഫാറ്റും SNF ആണ് ചെയ്യുന്നത്. അത് ഏത് റേഷ്യോയിലായിരിക്കണം? 1:2.44 റേഷ്യോയിലായിരിക്കണം ഫാറ്റും SNFും വരുന്നത്. അതിന് ശേഷം നമ്മൾ എന്താണ് ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്യുന്നു അല്ലെ. ഷുഗർ ആഡ് ചെയ്തിട്ട് ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൂടി ഉണ്ട്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ആഡ് ചെയ്ത ഷുഗറും അതുപോലെ തന്നെ ടോട്ടൽ സോളിഡ്സും തമ്മിലുള്ള റേഷ്യോ ആണ് നോക്കുന്നത്. ഇറ്റ് ഈസ് ദ ഡിസൈഡ് റേഷ്യോ ഓഫ് ആഡഡ് ഷുഗർ ടു ദ ടോട്ടൽ മിൽക്ക് സോളിഡ്സ്. ടോട്ടൽ മിൽക്ക് സോളിഡ്സും നമ്മുടെ ഷുഗറും തമ്മിൽ ആഡ് ചെയ്തിരിക്കുന്ന ആ റേഷ്യോ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റാൻഡർഡൈസേഷൻ. അത് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ റേഷ്യോ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് സ്റ്റേജ്. ഇനി ഒന്നുകൂടെ ഉണ്ട്, തേർഡ് സ്റ്റേജ് സ്റ്റാൻഡർഡൈസേഷൻ കൂടി ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ഇതൊക്കെ ചെയ്തു, കണ്ടൻസ്ഡ് മിൽക്ക് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫിനിഷ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടല്ലോ, അത് ഈസ് ടു നമ്മുടെ ടോട്ടൽ സോളിഡ്സ്, അതില്ല ഒരു റേഷ്യോ കൂടി അവിടെ ചെക്ക് ചെയ്യും. അതാണ് തേർഡ് സ്റ്റാൻഡർഡൈസേഷനിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡിനകത്തും ഷുഗറും, സെക്കൻഡ് എപ്പോഴാണ് ചെയ്യുന്നത്? ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം. അപ്പോൾ നമുക്കത് ഓർമ്മയുണ്ടാവുമല്ലോ. തേർഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ഫൈനൽ പ്രൊഡക്റ്റിൽ ടോട്ടൽ സോളിഡ് കണ്ടൻറ്റ് ഉണ്ടാവും എത്രയാണ് ഉള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെയാണ്. അതാണ് സ്റ്റാൻഡർഡൈസേഷൻ്റെ കേസിൽ നോക്കാനുള്ളത്. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രീ ഹീറ്റിംഗ് ചെയ്തില്ലേ? ഹോമോജനൈസേഷൻ കഴിഞ്ഞിട്ട് നമ്മളൊരു 110 to 120 ഡിഗ്രി സെൽഷ്യസിലൊക്കെ എന്ത് ചെയ്തു? ഹോമോജനൈസേഷൻ ചെയ്തു അല്ലേ. 110 to 120 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഹോമോജനൈസേഷൻ അല്ല, പ്രീ ഹീറ്റിംഗ് ചെയ്തു. ആ പ്രീ ഹീറ്റിംഗ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒപ്റ്റിമം വിസ്കോസിറ്റി കൊടുക്കണം. നമ്മുടെ മിൽക്കിന് ഒരു ഒപ്റ്റിമം വിസ്കോസിറ്റി കൊടുക്കണം. അതായത് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ വിസ്കോസിറ്റി നമുക്കറിയാമല്ലോ, മിൽക്കിനേക്കാളും എന്താണ് കൂടുതലാണ് അല്ലേ വിസ്കോസിറ്റി വരുന്നുള്ളത്. അത് കുറച്ച് തിക്കാണ്. അപ്പോൾ ആ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റിന് നല്ലൊരു ഒപ്റ്റിമം വിസ്കോസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഹീറ്റിംഗ്, പ്രീ ഹീറ്റിംഗ് അല്ലെങ്കിൽ നമുക്ക് ഫോർ വാമിംഗ് എന്നുകൂടി അറിയപ്പെടാം. എന്താണ് ഫോർ വാമിംഗ് എന്നുകൂടി നമുക്ക് അത് പറയാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മളത് ഇങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്താണ് എക്സസീവായിട്ടുള്ള തിക്കനിങ് ഒഴിവാക്കാം. അവിടെ നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ തിന്നിങ്ങും ഒഴിവാക്കാം. എന്തെങ്കിലും തിന്നിങ്ങോ ഉണ്ടാകുന്നത് നമുക്കവിടെ ഒഴിവാക്കാം. പിന്നെ പ്രോട്ടീൻ സ്റ്റെബിലിറ്റി, ഇങ്ങനെയൊന്നും നമ്മൾ ചൂടാക്കുന്നതിലൂടെ പ്രോട്ടീൻ സ്റ്റെബിലിറ്റി നമുക്കവിടെ ഇംപ്രൂവ് ചെയ്യാം. പിന്നെ ചിലതിനകത്ത് നമ്മളിങ്ങനെ ബോയിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഫാറ്റ് സെപ്പറേറ്റ് ചെയ്ത് വരും അല്ലേ. അപ്പോൾ നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഫാറ്റ് സെപ്പറേഷൻ നമുക്കവിടെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ മിൽക്കിനകത്ത് പ്രസൻ്റായിട്ടുള്ള ലിപ്പേസ് എൻസൈംസ് ഉണ്ടാവുമല്ലോ, അവരെ നമുക്ക് ഇനാക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് പ്രീ ഹീറ്റിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഒന്ന് ഒപ്റ്റിമം വിസ്കോസിറ്റി കൊടുക്കുക, ലിപ്പേസ് എൻസൈമിനെ ഒന്ന് ഇനാക്ടിവേറ്റ് ചെയ്യുക. പിന്നെ എന്താണ് തിക്കനിങ്, അതുപോലെ തന്നെ എക്സസീവ് ആയിട്ടുള്ള തിക്കനിങ്ങും അതുപോലെ തന്നെ തിന്നിങ് നമുക്ക് ഇല്ലാണ്ടാക്കാം. പിന്നെ ഫാറ്റ് സെപ്പറേഷൻ നമുക്ക് ഒഴിവാക്കാം. പിന്നെന്തായിരുന്നു പ്രോട്ടീൻ സ്റ്റെബിലിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ഇതൊക്കെയാണ് പ്രീ ഹീറ്റിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശങ്ങൾ. മനസ്സിലായല്ലോ എന്തൊക്കെയായിരുന്നു? ലിപ്പേസിനെ ഇനാക്ടിവേറ്റ് ചെയ്യുക, പ്രോട്ടീൻ സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, മിൽക്ക് ഫാറ്റ്സ് സെപ്പറേഷൻ ഇല്ലാണ്ടാക്കുക, പിന്നെ എക്സസീവ് തിക്കനിങ്ങും അതുപോലെ തന്നെ തിന്നിങ്ങും നമുക്ക് ഒഴിവാക്കാം. പിന്നെ വരുന്നുള്ളത് എന്തായിരുന്നു? വിസ്കോസിറ്റി. അത്രയും കാര്യങ്ങളാണ് പ്രീ ഹീറ്റിങ്ങിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനി ഇവിടെ ടെമ്പറേച്ചർ നോക്കിക്കോ. നമ്മളൊരു 110 to 120 പറഞ്ഞില്ലേ, അങ്ങനെയാണെങ്കിൽ എന്താണ് നോ ഹോൾഡാണ്. നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നില്ല, ജസ്റ്റ് ആ 110 120 വിത്തൗട്ട് ഹോൾഡാണ്. ഇനി നമ്മളതല്ല 115 to 150 ഒക്കെ ആണെങ്കിൽ, 115 to 150 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നമ്മളൊരു 50 സെക്കൻഡ്സ് ഒക്കെയാണ് അത് വെക്കുക. 50 സെക്കൻഡ്സ് അല്ല 30 സെക്കൻഡ്സ് ഒക്കെയാണ് നമ്മൾ വെക്കുക. പിന്നെ ഒരു 80 to 90 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ വെക്കുന്നതെങ്കിൽ 5 to 10 മിനിറ്റ്സ് ഒക്കെ നമ്മൾ വെക്കും. ഓക്കെ, ഇതാണ് ടെമ്പറേച്ചർ വരുന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് എന്താണ് പ്രീ ഹീറ്റിങ്ങിൻ്റെ കേസിൽ പറയാനുള്ളത്. അപ്പോൾ പ്രീ ഹീറ്റിംഗ് ചെയ്തത് എപ്പോഴായിരുന്നു? ഹോമോജനൈസേഷൻ്റെ ശേഷമാണ് നമ്മൾ പ്രീ ഹീറ്റിംഗ് ചെയ്തത്. സാധാരണഗതിയിൽ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ കേസിൽ ഹോമോജനൈസേഷൻ വലിയ ആവശ്യകതയായിട്ട് വരാറില്ല, പക്ഷേ റെയർലി അത് ചെയ്യാറുണ്ട്. അത് വലിയൊരു പ്രോബ്ലം അല്ല, കാരണം അവിടെ ഫാറ്റ് മോളിക്യൂൾസിനെ ഹോമോജനൈസ് ചെയ്യേണ്ടതായിട്ട് വലിയ ആവശ്യം വരുന്നില്ല. എങ്കിലും നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിൽ ലോ പ്രഷറിലാണ്, ഒരു 2 to 6 MPa നമ്മളത് ചെയ്യാറുള്ളത്. ലോ പ്രഷറിലാണ് നമ്മളെപ്പോഴും ഈ ഹോമോജനൈസേഷൻ ചെയ്യാറുള്ളത്. നെക്സ്റ്റാണ് നമ്മൾ ഇവാപ്പറേറ്ററിലോട്ട് പോകുന്നത്. എന്താണ് ഇവാപ്പറേറ്റർ? ഇവാപ്പറേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ടർ റിമൂവ് ചെയ്യാണ് അല്ലേ. ഇവാപ്പറേഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം, വാട്ടർ വേപ്പേഴ്സ് ഇങ്ങനെ റിമൂവ് ചെയ്ത് പോവാണ്. നമ്മുടെ പ്രൊഡക്റ്റിൽ നിന്ന് വാട്ടറിനെ റിമൂവ് ചെയ്യാണ്. എങ്ങനെ? ബോയിലിങ്ങിലൂടെ. ബോയിലിംഗ് ഇറ്റ് അണ്ടർ പാർഷ്യൽ വാക്വം. നമ്മൾ സാധാരണ ഹൈ ടെമ്പറേച്ചറിൽ ബോയിൽ, അപ്പോൾ നമുക്ക് വാക്വത്തിലാകുമ്പോൾ നമുക്ക് ലോ ടെമ്പറേച്ചർ യൂസ് ചെയ്താൽ മതി കേട്ടോ.
ലോ ടെമ്പറേച്ചർ യൂസ് ചെയ്യാതെ. ഹൈ ടെമ്പറേച്ചർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബ്രൗണിങ് ഒക്കെ കോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ബ്രൗൺ കളർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ലോ ടെമ്പറേച്ചർ, വാക്വത്തിലാകുമ്പോൾ നമുക്ക് ലോ ടെമ്പറേച്ചർ യൂസ് ചെയ്താൽ മതി. അങ്ങനെ ലോ ടെമ്പറേച്ചറിൽ വാക്വത്തിൽ വെച്ചിട്ട് നമ്മുടെ മിൽക്കിനെ നമ്മൾ ബോയിൽ ചെയ്യും. അപ്പോൾ അതിനകത്ത് എന്ത് സംഭവിക്കും, നമ്മുടെ വാട്ടർ കണ്ടൻറ്റ് അവിടെ കുറഞ്ഞു വരും. അങ്ങനെ നമുക്ക് അതിനെ കണ്ടൻസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെയാണ്. സോ ദ ലോ പ്രഷർ കോസസ് ദ ലിക്വിഡ് ടു ബോയിൽ അറ്റ് ലോ ബോയിലിംഗ് പോയിന്റ്. ലോ ബോയിലിംഗ് പോയിന്റിൽ തന്നെ വെച്ചിട്ട് നമ്മുടെ ലിക്വിഡ് ബോയിൽ ചെയ്യും എപ്പോഴും ലോ പ്രഷർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെയാണ്. ഇനി നമ്മൾ എന്താണ് ഷുഗർ ആഡ് ചെയ്യാൻ പോവാണ്. ഹോമോജനൈസേഷനൊക്കെ കഴിഞ്ഞു, പ്രീ ഹീറ്റിങ്ങും കഴിഞ്ഞു. ഇനി നമ്മൾ ഷുഗർ ആഡ് ചെയ്യും. ഈ ഷുഗർ ആഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന് പ്രിസർവേഷന് വേണ്ടിയിട്ട്. നമ്മൾ ഇതിൻ്റെ ഫ്ലോ ചാർട്ട് ശ്രദ്ധിച്ചവർക്ക് അറിയാം, അതിനകത്ത് ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡും പറയുന്നില്ല അല്ലേ? സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഒന്നും ഇവിടെ പറയുന്നില്ല. നമ്മൾ ഈ ഷുഗർ വെച്ചിട്ടും അതുപോലെ തന്നെ ഈ മോയ്സ്ചറിൻ്റെ റിമൂവലും കൊണ്ടാണ് ഇതിനെ പ്രിസർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ആഡ് ചെയ്യുന്ന ഷുഗർ പാസ്ചറൈസ്ഡ് ഷുഗർ ആയിരിക്കണം. അതിനകത്ത് കണ്ടാമിനേഷൻ ഒന്നും പാടില്ല. ഓക്കെ, സ്റ്റെറിലൈസേഷൻ ഒന്നും ചെയ്യാണ്ടാണ് നമ്മൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അഡീഷൻ ഓഫ് ഷുഗർ ചെയ്യുന്നത് ഒന്ന് പ്രിസർവേഷൻ ഓഫ് ദ കണ്ടൻസ്ഡ് മിൽക്കിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ടൈപ്പ് ഓഫ് ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുക കെയിൻ ഷുഗർ ആണ്. ഓക്കെ, കെയിൻ ഷുഗർ ആണ്. 65% ആണ് നേരത്തെ പറഞ്ഞല്ലോ, അതാണ് ആഡ് ചെയ്യുക. അത് കൂടാണ്ട് നമുക്ക് കോൺ സിറപ്പ് സോളിഡ്സ് ആഡ് ചെയ്യാം, ഗ്ലൂക്കോസ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഡെക്സ്ട്രോസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇവരാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 65%-ലോട്ടൊന്നും പോകില്ല കേട്ടോ. 25% ഒക്കെ നമ്മൾ ആഡ് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ചില അഡ്വേഴ്സ് എഫക്റ്റ്, അതുപോലെ കളറിനെയൊക്കെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തിക്കനിങ് കോസ് ചെയ്യാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കെയിൻ ഷുഗർ ആണെങ്കിൽ 65%, ഇവരാണെങ്കിൽ ഒരു 5-25% ഒക്കെ ആഡ് ചെയ്യാറുള്ളൂ. ഓക്കെ, പിന്നെ നമ്മുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനകത്ത് 40% ഷുഗർ എന്തുണ്ടാവണം? ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനകത്ത് ഉണ്ടാവണം. അതുപോലെ തന്നെ 18%, മിൽക്കിൻ്റെ 18% ഷുഗർ ആയിരിക്കണം. ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന് നോക്കുകയാണെങ്കിൽ 40%, മിൽക്കിനെ നോക്കുകയാണെങ്കിൽ 18% വേണം നമുക്ക്. അപ്പോൾ ഇവിടെ ഒരു റേഷ്യോ ഉണ്ട്, പെർസെൻറ്റേജ് ഓഫ് ഷുഗർ റേഷ്യോ എന്ന് പറയും. ഷുഗർ റേഷ്യോ എന്ന് പറയും. അതെപ്പോഴും എന്തായിരിക്കണം? ഒരു 62.5 ആയിരിക്കണം. 62.5 ആയിരിക്കണം. സോ ഷുഗർ റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്? പെർസെൻറ്റേജ് ഷുഗർ റേഷ്യോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ in the aqueous phase of the finished product and it is expressed in terms of percentage. പെർസെൻറ്റേജിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അങ്ങനെ വെച്ചാൽ ഇറ്റ് ഇസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഷുഗർ ഇൻ ദ അക്വസ് ഫേസ് ഓഫ് ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. നമ്മുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനകത്ത് എത്രത്തോളം പെർസെൻറ്റേജ് ഷുഗർ ഉണ്ടെന്നാണ് ഇവിടെ നോക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം? പെർസെൻറ്റേജ് ഓഫ് ഷുഗർ ഡിവൈഡഡ് ബൈ എന്താണ്? പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ മിൽക്ക് സോളിഡ്സ്. percentage of sugar divided by percentage of total milk solids into 100. അപ്പോൾ ടോട്ടൽ മിൽക്ക് സോളിഡ്സ് എടുക്കുന്നു, അതുപോലെ തന്നെ അതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ എടുക്കുന്നു, ഷുഗറിൻ്റെയും ടോട്ടൽ മിൽക്ക് സോളിഡ്സിൻ്റെയും. എന്നിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പെർസെൻറ്റേജ് കാണുന്നു. അതാണ് പെർസെൻറ്റേജ് ഓഫ് ഷുഗർ റേഷ്യോ എന്ന് പറയുന്നത്. അതെപ്പോഴും ഒരു 62.5 ആയിരിക്കണം. പിന്നെ നമ്മൾ ഈ ഷുഗർ ആഡ് ചെയ്യുന്നത് എപ്പോഴും എന്താണ്? കണ്ടൻസിങ്ങിൻ്റെ എൻഡിലാണ്. അറ്റ് ദ എൻഡ് ഓഫ് കണ്ടൻസിങ്ങിലാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുക? ഈ ഷുഗർ ആഡ് ചെയ്യുക. ഇത് നമ്മൾ മുന്നേ ആഡ് ചെയ്താൽ, അതായത് കണ്ടൻസിങ്ങിന് മുന്നേ ആഡ് ചെയ്താൽ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ബാക്ടീരിയാസൊക്കെ അതിനകത്ത് പ്രസൻറ്റ് ആണെങ്കിൽ ഇവർ പോയിട്ട് ഈ ബാക്ടീരിയൻ്റെ പുറമെ ഒരു കവറിങ് ഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്ടീരിയക്ക് ഒരു തെർമൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. ടെമ്പറേച്ചർ അവരെ ബാധിക്കില്ല. അങ്ങനെ തെർമൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമൊന്നും പോയി ആഡ് ചെയ്യാത്തത്. പിന്നെ മാത്രമല്ല തിക്കനിങ് കോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബ്രൗണിങ് കളേഴ്സ് വരാൻ, ബ്രൗണിങ് റിയാക്ഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷുഗർ അറ്റ് ദ എൻഡ് ഓഫ് കണ്ടൻസിങ്ങിൽ പോയിട്ട് നമ്മളവിടെ ആഡ് ചെയ്യുന്നുള്ളത്. പിന്നെ ഈ ഷുഗർ നമ്മളൊരു ഷുഗർ സിറപ്പായിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത്. ആ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഓർക്കുക, ലീസ്റ്റ് പോസിബിൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വെച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കേണ്ടത്. അതുപോലെ തന്നെ പാസ്ചറൈസ് ചെയ്തിട്ട് ഒരു ക്ലാരിഫയറിൽ അല്ലെങ്കിൽ ഫിൽറ്ററിലൂടെ പാസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളത് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെയാണ്. അതാണ് അഡീഷൻ ഓഫ് ഷുഗറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മളിങ്ങനെ കണ്ടൻസിങ് ചെയ്യുമ്പോൾ നമ്മളത് എന്താണ് നമ്മൾ എങ്ങനെ മനസ്സിലാവുക ഇത് കണ്ടൻസിങ് ഏകദേശം നടന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കണ്ടേ? അതെങ്ങനെയാണ് മനസ്സിലാക്കുക? ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടോട്ടൽ സോളിഡ്സ്, അതായത് ഇപ്പോൾ നമ്മൾ നല്ല വാട്ടർ കണ്ടൻറ്റ് കൂടുതലാകുമ്പോൾ നമ്മുടെ മിൽക്ക് ഒരുപാട് തിളക്കും അല്ലേ? നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി, എന്താണ് നല്ല തിളക്കുന്നുണ്ടാവും. അതിനകത്തേക്ക് നമ്മൾ എന്തെങ്കിലും സോളിഡ്സ് ആഡ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ എന്താണ് തിള കുറച്ച് കുറയും. അതായത് തിക്കനിങ് ആയി വരുമ്പോൾ അത് അത്രക്കൊന്നും തിളക്കില്ല, കുറച്ചൊക്കെ ആയിട്ടേ അത് ബോയിൽ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഡിഫറൻസ് ഉണ്ടല്ലോ, അതായത്
ആദ്യം ലിക്വിഡ് ആയിരിക്കുമ്പോൾ അത് നല്ല ബോയിലിംഗ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ബോയിലിംഗ് എന്താണ്, ഒരു ഡിസൈഡ് കോൺസെൻട്രേഷനിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ബോയിലിംഗ് എന്ന് പറയുന്നത് അവിടെ കുറഞ്ഞു വരും അല്ലേ. അത് നമുക്ക് ഒരു ഇൻഡിക്കേഷനാണ്. പിന്നെ എന്ന് പറയുന്നത് ക്വയറ്റ് ബോയിലിംഗ് ആയിരിക്കും, അതാണ് പറയാൻ വന്നത്. ക്വയറ്റ് ബോയിലായിരിക്കും, നല്ലോണം ഇങ്ങനെ വെട്ടി തിളക്കില്ല, അതിങ്ങനെ ക്വയറ്റ് ബോയിലായിരിക്കും. അതിനകത്ത് ഓൾമോസ്റ്റ് ടോട്ടൽ സോളിഡ്സ് വെച്ചിട്ട്, അതായത് നല്ല തിക്ക്, അതായത് ഒരു കറക്റ്റ് പ്രൊപ്പോർഷനിൽ അത് വരുമ്പോൾ അതെന്ത് സംഭവിക്കും, ക്വയറ്റ് ബോയിലിങ്ങിലോട്ട് മാറും. പിന്നെ എന്താണ്, ഒരു ഗ്ലിസ്റ്ററിങ് ലെസ്റ്റർ ഉണ്ടാവും, നല്ലൊരു തിളക്കമൊക്കെ ഉണ്ടാവും ഈ മിൽക്കിന്. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ പെരിഫറി ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ നമ്മുടെ ഈ വെസലാണെങ്കിൽ ഈ പെരിഫറിയിലൊക്കെ ഇങ്ങനെ നല്ല റോൾസ് ഉണ്ടായത് അത് സെൻറ്ററിൽ മാത്രമായിരിക്കും പിന്നീട് റോൾസ് ആയിട്ട് വരുന്നുള്ളത് ബോയിൽ ചെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കണ്ടൻസേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ എക്യുപ്മെൻറ്റ് ഇതുപോലുള്ള വലിയൊരു ടാങ്ക് ആണെങ്കിൽ നമ്മുടെ ഫാക്ടറീസിലൊക്കെ ഇതുപോലൊരു ചെറിയൊരു സാധനം ഉണ്ടാവും, അതിലൂടെ നമുക്കത് കാണാൻ സാധിക്കും കേട്ടോ. അത് കാണാൻ സാധിക്കുമ്പോൾ നമ്മൾ നോക്കണം. പിന്നെ ഡെൻസിറ്റി നമ്മൾ നോക്കണം. ഇതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1.30 ആയിരിക്കണം. എന്താണ്, സ്വീറ്റ് ആൻഡ് ഹോൾ മിൽക്കിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1.30 ആയിരിക്കണം. 1.30 ആയിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ കണ്ടൻസേഷൻ ഷുഗർ ആഡ് ചെയ്തു. ഇനി അടുത്തതാണ് കൂളിങ്ങും ക്രിസ്റ്റലൈസേഷനും. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, ഷുഗറൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മളതിനെ കൂൾ ചെയ്യണം അല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളത് കൂൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. പ്രോംപ്റ്റ് കൂളിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡിലേ ദ ടെൻഡൻസി ഓഫ് ഏജ് തിക്കനിങ്. ഇല്ലെങ്കിൽ അവിടെ തിക്കനിങ് വരാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ ഇതാക്കുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നം വരില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തില്ലെങ്കിൽ ചില ഡിസ്കളറേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പെട്ടെന്ന് അതിനെ കൂൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഏത് മെത്തേഡാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നല്ലൊരു സ്മൂത്ത്നെസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഫിനിഷ് പ്രൊഡക്റ്റിന് നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടും. ഇല്ലെങ്കിൽ ഇങ്ങനെ തരി പോലെ കിട്ടും. ഇതാകുമ്പോൾ നല്ല സ്മൂത്ത് ടെക്സ്ചർ കിട്ടാനുള്ള ഇതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മിൽക്കിനകത്ത് ഷുഗറും ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലാക്ടോസും ഉണ്ട് അല്ലേ. ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള ലാക്ടോസും ഉണ്ട്. അപ്പോൾ ഇവർ രണ്ട് തമ്മിൽ ക്രിസ്റ്റൽസ് അവിടെ ഫോം ചെയ്യും. അപ്പോൾ ആ ക്രിസ്റ്റൽസിൻ്റെ സൈസിനും നമ്പേഴ്സിനും അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ സ്മൂത്ത്നെസ് ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും എന്താണ്, നല്ല ചെറിയ ക്രിസ്റ്റൽസാണ് ഫോം ചെയ്യേണ്ടത്, എന്നാൽ മാത്രമേ നമുക്കൊരു സ്മൂത്ത്നെസ് കിട്ടുകയുള്ളൂ. പിന്നെ ക്രിസ്റ്റലൈസേഷൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മളത് ചെയ്യേണ്ടത്. പിന്നെ സൈസ് ഓഫ് ദ ക്രിസ്റ്റൽസ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 മൈക്രോമീറ്റർ. ഓക്കെ, 10 മൈക്രോമീറ്ററിൻ്റെ താഴെ ആയിരിക്കണം. പിന്നെ നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ലേ സ്മൂത്ത് ക്രിസ്റ്റൽസാണ് ഫോം ചെയ്യേണ്ടതെന്ന്. ഇതെല്ലാം ലാർജ് ക്രിസ്റ്റൽസാണ് അവിടെ ഫോം ചെയ്യുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാം, അവിടെ ഒരു കണ്ടീഷനാണ് സാൻഡിനെസ്. SAND സാൻഡിനെസ്. ഓക്കെ, ആ കണ്ടീഷനെയാണ് നമ്മൾ പറയുക സാൻഡിനെസ്. അവിടെ എന്താണ് അർത്ഥം, ലാർജ് ആയിട്ടുള്ള വലിയ ലാക്ടോസ് ക്രിസ്റ്റൽസ് ആണ് അവിടെ ഉണ്ടാവുക. പിന്നെ സൂക്രോസിൻ്റെ റേഷ്യോ 64.5 കൂടുതലായിരിക്കും. അപ്പോഴാണ് ഈ പറഞ്ഞിരിക്കുന്ന ലാർജ് ക്രിസ്റ്റൽസ് അവിടെ ഫോം ചെയ്യുന്നത്. ലാർജ് ക്രിസ്റ്റൽസ് അവിടെ ഫോം ചെയ്യുന്നത് എപ്പോഴാണ്, ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനിലാണ്. ഇനി പാക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ പാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ വലിയ ബാരൽസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ചെറിയ ചെറിയ ടിൻ ക്യാൻസ് ഒക്കെ യൂസ് ചെയ്യാം. ഒരു 5 kg ഒക്കെ ആണെങ്കിൽ ടിൻ ക്യാൻസ് ഒക്കെ യൂസ് ചെയ്യാം. നിങ്ങൾ മിൽക്ക് മെയ്ഡിൻ്റെ ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, മിൽക്ക് മെയ്ഡ്, മിഠായി മേറ്റ്, അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറയുന്ന പാക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെയുള്ള ടിൻ ക്യാൻസിലും യൂസ് ചെയ്യാം. അതെല്ലാം വലിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് ബാരൽസിനകത്തും യൂസ് ചെയ്യാം. സ്റ്റോർ ചെയ്യേണ്ടത് എപ്പോഴും ഒരു 10 to 15 ഡിഗ്രി സെൽഷ്യസിൽ ആണ് സ്റ്റോർ ചെയ്യേണ്ടത്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എപ്പോഴും ലെസ് ദാൻ 50% ആയിരിക്കണം. ഷെൽഫ് ലൈഫ് 12 months ആണ്. ടിൻ ക്യാൻഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് 12 months അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാ പ്രോസസ്സും നമ്മൾ നല്ല ഹൈജീനിക് കണ്ടീഷൻസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടാമിനേഷൻ ഒന്നും വരാനുള്ള സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ പാക്ക് ചെയ്താൽ നമുക്കൊരു 12 monthsോളം അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 10 to 15 ഡിഗ്രി സെൽഷ്യസിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എപ്പോഴും ഒരു 50% ആയിരിക്കണം. പിന്നെ മെയിനായിട്ട് വരുന്നില്ല കുറച്ച് ഡിഫക്ട്സ് കൂടി നോക്കിയാൽ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ, കണ്ടൻസ്ഡ് മിൽക്ക് ഒന്ന് ഡിഫക്ട്സ് കൂടി ഒന്ന് നോക്കിയാൽ സെറ്റാണ്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ഏജ് തിക്കനിങ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, എന്താണ് ഇവിടെ എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത്, സൂക്രോസ് നമ്മൾ എന്താണ് കണ്ടൻസിങ്ങിന് മുന്നേ പോയിട്ട് നമ്മൾ ഷുഗർ ആഡ് ചെയ്താൽ ഏജ് തിക്കനിങ് വരാറുണ്ട്. പിന്നെ ഹൈ ടെമ്പറേച്ചറിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ തിക്കനിങ് വരും. പിന്നെ റെനിൻ ലൈക്ക് എൻസൈംസ് ഉണ്ട് നമ്മുടെ മിൽക്കിൽ. നമ്മൾ റോപ്പിനസ് കോസ് ചെയ്ത എൻസൈം പറഞ്ഞില്ലേ, റെനിൻ ലൈക്ക് എൻസൈം, അത്തരത്തിലുള്ള എൻസൈം ഇവിടെ പ്രസൻ്റ് ആണെങ്കിൽ അവർ ഏജ് തിക്കനിങ് കോസ് ചെയ്യും. പിന്നെയാണ് ബ്ലോട്ട് എന്ന് പറയുന്ന കണ്ടീഷൻ. ഇതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എൻസൈം നമ്മൾ പഠിക്കാനുണ്ട്, ടോറുല ലാക്ടേസ് കണ്ടൻസൈ. അപ്പോൾ കണ്ടൻസൈ ഓർക്കുക. ഓക്കെ, ടോറുല ലാക്ടേസ് കണ്ടൻസൈ എന്ന് പറയുന്ന എൻസൈമാണ് ഈ പറഞ്ഞിരിക്കുന്ന ബ്ലോട്ട് കോസ് ചെയ്യുന്നത്. ഓക്കെ, ബ്ലോട്ട് കോസ് ചെയ്യുന്നത്. പിന്നെ മോൾഡ് ബട്ടൺ ഫോർമേഷൻ, അതായത് ബട്ടൺ പോലെ ഉണ്ടാവും മോശമായിരിക്കുമ്പോൾ.
കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. കണ്ടൻസ്ഡ് മിൽക്കൊക്കെ മോശമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഇങ്ങനെ ബട്ടൺസ് പോലെ വൈറ്റ് പ്ലഗ് പോലെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? മോൾഡിൻ്റെ ഫോർമേഷനാണ്. ആസ്പെർജില്ലസ് റെപ്പൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം കോസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സാൻഡിനസ് എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ഷുഗർ റേഷ്യോ കൂടുമ്പോഴാണ്, എക്സസീവായിട്ട് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുമ്പോഴാണ്, സുക്രോസ് ആഡ് ചെയ്യുമ്പോഴാണ് ഈ സാൻഡിനസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓക്കെയാണ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇനി നമുക്ക് ഇവാപ്പറേറ്റഡ് മിൽക്ക് നോക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് ഇവാപ്പറേറ്റഡ് മിൽക്ക്. ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരാളാണ് കേട്ടോ, സാധനമാണ് കേട്ടോ ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറയുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ചെയ്ത പോലെ തന്നെയാണ്. നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? പാർഷ്യൽ റിമൂവൽ ഓഫ് വാട്ടർ. നമ്മുടെ മിൽക്കിനകത്ത് നിന്ന് നമ്മുടെ വാട്ടർ പാർഷ്യൽ റിമൂവൽ കംപ്ലീറ്റ് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചെയ്തില്ലേ, അതേപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താ ആഡ് ചെയ്യുന്നില്ല? ഷുഗർ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവാപ്പറേറ്റഡ് മിൽക്കിനകത്തേക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറി? കണ്ടൻസ്ഡ് മിൽക്കായിട്ട് മാറി. ഇവിടെ നമ്മളത് കണ്ടൻസ്ഡ് മിൽക്ക് എന്നുള്ള ഒരേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ പാർഷ്യൽ റിമൂവൽ ഓഫ് വാട്ടർ മാത്രമാണ് ഇവിടെ ചെയ്യുന്നുള്ളത്. എങ്ങനെയാണ്? ബൈ ഹീറ്റ് പ്രോസസ്സിലൂടെ ഹീറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ മിൽക്കിൽ നിന്ന് പാർഷ്യലായിട്ട് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് റിമൂവ് ചെയ്യുന്നു. അതാണ് ഇവാപ്പറേറ്റഡ് മിൽക്കിൻ്റെ കേസിൽ നമ്മൾ പഠിക്കുന്നത്. പിന്നെ സ്റ്റാൻഡേർഡ്സ് പറയുമ്പോൾ നമ്മൾ നേരത്തെ എത്രയായിരുന്നു പറഞ്ഞത്? മിൽക്ക് ഫാറ്റ് എത്രയാണ് വരുന്നത്? ഇവിടെ 7.5 ആണ്. നേരത്തെ 8% ആയിരുന്നു നമുക്ക് കണ്ടത്. അല്ല 8% ആണ് നേരത്തെ നമ്മൾ സ്റ്റാൻഡേർഡ്സിനകത്ത് പറഞ്ഞത്. ഇവിടെ എത്രയേ വരുന്നുള്ളൂ? 7.5 ആണ് വരുന്നത്. പിന്നെ മിൽക്ക് പ്രോട്ടീൻ കണ്ടൻസ്ഡ് മിൽക്കിനകത്തും ഇവാപ്പറേറ്റഡ് മിൽക്കിനകത്തും 34% തന്നെയാണ് വരുന്നത് കേട്ടോ. 34% തന്നെയാണ് പ്രോട്ടീൻ വരുന്നുള്ളത്. പിന്നെ നമുക്ക് ഏതായിരുന്നു? സോളിഡ്സ് അല്ലേ, ടോട്ടൽ സോളിഡ്സ് ഇവിടെ 25 ആണ്. നേരത്തെ 28% ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് പഠിക്കേണ്ട സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻ ഫ്ലോ ചാർട്ടിലോട്ട് പോകുമ്പോൾ ആദ്യം നമ്മൾ ഫിൽറ്റർ ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു, ഫിൽറ്റർ ചെയ്യുന്നു, അതിനുശേഷം ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. ഇവിടെ 2 പ്രാവശ്യം 3 പ്രാവശ്യം സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ആദ്യത്തെ സ്റ്റാൻഡർഡൈസേഷൻ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. നേരത്തെ 1:2.44 ചെയ്തത്. ഇവിടെ 1:2.5 1:2.5 നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്നുള്ളത്. പിന്നെ 2-3 പ്രാവശ്യം ചെയ്യുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. പിന്നെ നേരത്തെ സ്റ്റാൻഡർഡൈസേഷൻ കഴിഞ്ഞ് ഹോമോജനൈസേഷൻ കഴിഞ്ഞിട്ടായിരുന്നു പ്രീ ഹീറ്റിംഗ് ചെയ്തത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. സ്റ്റാൻഡർഡൈസേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ പ്രീ ഹീറ്റിംഗ് ചെയ്യുന്നു, എന്നിട്ട് ഇവാപ്പറേഷൻ ചെയ്യുന്നു. ഈ ഇവാപ്പറേഷന് ശേഷമാണ് ഹോമോജനൈസേഷൻ ചെയ്യുന്നുള്ളത്. ഇവാപ്പറേഷന് ശേഷം ഹോമോജനൈസേഷൻ ചെയ്യുന്നു, എന്നിട്ട് കൂൾ ചെയ്യുന്നു, എന്നിട്ട് എന്തുകൂടെ ഉണ്ട്? സ്റ്റെറിലൈസേഷൻ കൂടിയുണ്ട്. പിന്നെ നമ്മൾ പാക്ക് ചെയ്യുന്നു, വീണ്ടും ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യുന്നു, കൂൾ ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. സ്റ്റെറിലൈസ്, കൂള്, സ്റ്റോർ. സ്ഥലമില്ല. ഓക്കെ, മനസ്സിലായല്ലോ സംഭവം? എന്താ ഞാൻ പറഞ്ഞേ? ആദ്യം നമ്മൾ മിൽക്കിനെ റിസീവ് ചെയ്യുന്നു, ഫിൽറ്റർ ചെയ്യുന്നു, എന്നിട്ട് സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്നു. ഡിഫറൻസ് മനസ്സിലാക്കുക. 1, 2, 3 സ്റ്റാൻഡർഡൈസേഷൻ ഒന്നുമില്ല, ഒറ്റ സ്റ്റാൻഡർഡൈസേഷനേ ഉള്ളൂ. അവിടെ എത്ര വേണം? 1:2.5. ഫാറ്റും എസ്എൻഎഫും തമ്മിലുള്ള റേഷ്യോ 1:2.5 ആണ്. പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഫിനിഷ്ഡ് കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ ടോട്ടൽ സോളിഡുമായിട്ട് സെക്കൻഡ് സ്റ്റേജ് കണ്ടൻസേഷൻ ചെയ്യാറുണ്ട് ചില സമയത്ത്. ഓക്കെ, അല്ലാതെ യൂഷ്വലി 3 സ്റ്റേജ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്ത മിൽക്കാണ് നമ്മൾ പ്രീ ഹീറ്റിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞേ ഹോമോജനൈസേഷന് വേണ്ടിയിട്ടാണ് പോയത്. ഹോമോജനൈസേഷന് ശേഷമാണ് പ്രീ ഹീറ്റിംഗ് ചെയ്തത്. ഇവിടെ പ്രീ ഹീറ്റിംഗ് ചെയ്തതിന് ശേഷമാണ് എന്തെന്ന് പറയുന്നത്? ഇവാപ്പറേഷൻ ചെയ്യുന്നുള്ളത്. ഈ ഇവാപ്പറേഷൻ ചെയ്തതിന് ശേഷമാണ് ഹോമോജനൈസേഷൻ ചെയ്യുന്നുള്ളത്. ഓക്കെ, പ്രീ ഹീറ്റിങ്ങിൻ്റെ ടെമ്പറേച്ചർ നേരത്തെ പോലെ തന്നെയാണ് കേട്ടോ. 115 to 120 ഡിഗ്രി സെൽഷ്യസ്. ആ ഒരു ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീ ഹീറ്റിംഗ് ചെയ്യുന്നത്. അങ്ങനെ പ്രീ ഹീറ്റിംഗ് ചെയ്തിട്ട് ഇവാപ്പറേഷൻ ചെയ്തിട്ടാണ് ഹോമോജനൈസേഷനിലോട്ട് പോകുന്നുള്ളത്. ഹോമോജനൈസേഷൻ 2000 സൈയും അതുപോലെ തന്നെ 500 സൈയും 2000 and 500 സൈയിലാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു 7 ഡിഗ്രി സെൽഷ്യസിൽ കൂൾ ചെയ്യുന്നു. അതിനുശേഷം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നുണ്ട്. ആ സ്റ്റെറിലൈസേഷൻ നമുക്കൊന്ന് പഠിച്ചു വെക്കണം. ഈ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കെമിക്കൽ സ്റ്റെബിലൈസേഴ്സിന് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നില്ലേ, അതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ മിൽക്ക് കോമ്പോണൻസ് സ്റ്റെബിലൈസ്ഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, ഹീറ്റ് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഹീറ്റ് സ്റ്റെബിലൈസേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. എന്താ ആഡ് ചെയ്യുന്നുണ്ട്? ഹീറ്റ് സ്റ്റെബിലൈസേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. കെമിക്കൽ സ്റ്റെബിലൈസേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. കെമിക്കൽ സ്റ്റെബിലൈസേഴ്സ്, അതായത് ട്രൈ സോഡിയം സിട്രേറ്റ്, അതുപോലെ തന്നെ ഡൈ സോഡിയം ഫോസ്ഫേറ്റ്, ട്രൈ സോഡിയം സിട്രേറ്റ്, അതുപോലെ തന്നെ ഡൈ സോഡിയം ഫോസ്ഫേറ്റ് പോലുള്ള കെമിക്കൽ സ്റ്റെബിലൈസേഴ്സ് ഇവരിവിടെ ആഡ് ചെയ്യുന്നുണ്ട്.
അങ്ങനെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഹീറ്റ് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഈ പൈലറ്റ് സ്റ്റെറിലൈസേഷൻ ടെസ്റ്റിലൂടെ യൂസ് ചെയ്യുന്നത്. എന്താണ് പൈലറ്റ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുക? അതായത് നമ്മൾ ആ ക്യാനിൽ നിന്ന് ചെറിയൊരു സാമ്പിൾ എടുക്കും. ആ സാമ്പിളിനകത്തേക്ക് നമ്മൾ ഈ സ്റ്റെബിലൈസർ സൊല്യൂഷൻ ആഡ് ചെയ്യും. എന്നിട്ട് എന്താണ് സ്റ്റെറിലൈസ് ചെയ്യും. അങ്ങനെ അതായത് ഒരു 117 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ്സ് നമ്മളത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കൂൾ ചെയ്യും. എന്നിട്ട് നമ്മൾ നോക്കും അതിൻ്റെ സ്മൂത്ത്നെസ്സും കളറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും. അതാണ് പൈലറ്റ് സ്റ്റെറിലൈസേഷനിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, അതാണ് സ്റ്റെറിലൈസേഷൻ. ആ സ്റ്റെറിലൈസേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നുള്ളത്? പാക്ക് ചെയ്യുന്നു അല്ലേ? പൈലറ്റ് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യുന്നു. പാക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്ന് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നു, കൂൾ ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. ഇതാണ് ഇത് പറയാനുള്ളത്. അപ്പോൾ പൈലറ്റ് സ്റ്റെറിലൈസേഷനും ഓർത്ത് വെക്കുക. ട്രൈസോഡിയം സിട്രേറ്റും ഡൈസോഡിയം ഫോസ്ഫേറ്റൊക്കെയാണ് നമ്മളിവിടെ മെയിനായിട്ട് അതിനു വേണ്ടി യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, പിന്നെ അത്രയും കാര്യങ്ങളായി. ഇനി ഒരു ഗുഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ, അതായത് പാക്കേജിങ് പറഞ്ഞില്ലല്ലോ. പാക്കേജിങ്ങിൻ്റെ കേസിൽ പറയുമ്പോൾ നമ്മൾ സാധാരണ, അതായത് നമ്മുടെ നാട്ടുകളിലൊന്നും ഇതില്ല. കോമൺ ആയിട്ട് അത് കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അത് യൂസ് ചെയ്യുക. അതായത് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് മിൽക്ക് എന്ന് പറയും. പഠിച്ചിട്ടുണ്ടല്ലോ, റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് മിൽക്ക് എന്ന് പറയുന്ന ടേം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ ഇവാപ്പറേറ്റഡ് മിൽക്കിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? പോർട്ടബിൾ വാട്ടറിൽ ആഡ് ചെയ്തിട്ട് നോർമൽ മിൽക്കായിട്ട് കൺസ്യൂം ചെയ്യും ചില നാടുകളിൽ. ഇവിടെ ഇല്ല അതിപ്പോൾ. ഓക്കെ, അതിനെയാണ് നമ്മൾ അത്തരത്തിലുള്ള മിൽക്കിനെയാണ് നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് മിൽക്ക് എന്ന് പറയുക. അതായത് മിൽക്ക് പൗഡറിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്തിട്ട് മിൽക്കായിട്ട് യൂസ് ചെയ്യാറില്ല. അതേപോലെ തന്നെയാണ് ഇവാപ്പറേറ്റഡ് മിൽക്കും വരുന്നുള്ളത്. ഓക്കെ, പിന്നെ യൂഷ്വലി കോഫിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യും. ഫോറിൻ കൺട്രീസിലൊക്കെയാണ് യൂസ് ചെയ്യുക. മെറ്റൽ ക്യാൻസിൽ അതുപോലെ തന്നെ ബോട്ടിൽസിലൊക്കെയാണ് ഇത് പാക്ക് ചെയ്യുന്നുള്ളത്. ഓക്കെയാണ്. അലൂമിനിയം കപ്സിലും അതുപോലെ തന്നെ ടിൻ ക്യാൻസിലൊക്കെയാണ് ഇത് മെയിനായിട്ട് സ്റ്റോർ ചെയ്യുന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു നല്ലൊരു ഗുഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ക്ലീൻ ആയിരിക്കും, നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു അരോമ ഉണ്ടാവും, അതുപോലെ തന്നെ സ്മൂത്ത് ആയിരിക്കും, യൂണിഫോം ബോഡി ആയിരിക്കും. കളർ എന്ന് പറയുമ്പോൾ അതായത് ഒരു ലൈറ്റ് യെല്ലോ കളറായിരിക്കും. കൗ മിൽക്കിൻ്റെ കേസിൽ ലൈറ്റ് യെല്ലോ കളറായിരിക്കും. ബഫലോ മിൽക്കിൻ്റെ കേസിൽ ഒരു ഗ്രീനിഷ് വൈറ്റ് ആയിരിക്കും ബഫലോ മിൽക്കിൽ. ഓക്കെ, അപ്പോൾ ഈ ഗ്രീൻ കളർ കൊടുക്കുന്നത് ആരാന്ന് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും കുറേ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും കണ്ടു. റൈബോഫ്ലേവിനാണ് കേട്ടോ, റൈബോഫ്ലേവിനാണ്. ഓക്കെ, ഗ്രീനിഷ് വൈറ്റ് ഫോർ ബഫലോ മിൽക്ക്, ലൈറ്റ് യെല്ലോ ഫോർ ദിസ് വൺ. ആൻഡ് ഒരു ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 18 months ആണ്. അല്ലെങ്കിൽ നമുക്കൊരു 12 months എന്ന് പറയാം. ഒരു 10 ഡിഗ്രി സെൽഷ്യസിലൊക്കെ സ്റ്റോർ ചെയ്താൽ നമുക്കൊരു 1.5 വർഷത്തേക്ക് ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ ഓപ്പൺ ചെയ്താൽ നമ്മൾ ഒരു 1.5 ആഴ്ചയൊക്കെ നമുക്ക് റെഫ്രിജറേറ്റഡ് കണ്ടീഷനിൽ വെക്കാൻ പറ്റും. ഓക്കെ ആണ്. അപ്പോൾ അത്രയാണ് എന്തിനെക്കുറിച്ച് പറയാനുള്ളത്, ഇവാപ്പറേറ്റഡ് മിൽക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഡിഫക്ട്സ് ഉണ്ട്. ഡിഫക്ട്സ് എന്ന് പറയുമ്പോൾ ഒന്ന് കുക്ക്ഡ് ഫ്ലേവർ എന്ന് പറയുമ്പോൾ അതായത് ആ പ്രൊഡക്റ്റിനകത്തൊരു ഒരു മണം ഉണ്ടാവില്ലേ, അതെന്തുകൊണ്ടാണ്? ഹൈ ടെമ്പറേച്ചർ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുക്ക്ഡ് ഫ്ലേവർ വരും. പിന്നെ കൊയാഗുലേഷൻ എന്ന് വെച്ചിട്ട് എന്താണ്? മിൽക്കിന് അത്രത്തോളം സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ കൊയാഗുലേഷൻ സാധിക്കാനുണ്ട്. പിന്നെ ബ്രൗണിങ് എന്തുകൊണ്ടാണ് വരുന്നത്? ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്താലൊക്കെ ബ്രൗണിങ് വരും. പിന്നെ തിക്കനിങ് നമ്മൾ നേരത്തെ കേസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? ഫോർ വാമിങ് നമ്മൾ ചെയ്യുന്ന ടെമ്പറേച്ചർ അവിടെ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കീപ്പ് ചെയ്യുന്നത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ തിക്കനിങ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബ്ലോട്ട്, അത് നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ഫാറ്റ് സെപ്പറേഷൻ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോമോജിനൈസേഷൻ കറക്റ്റ് നടന്നിട്ടില്ലെങ്കിൽ, ലോ ഹോമോജിനൈസേഷൻ പ്രഷറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഫാറ്റ് സെപ്പറേഷൻ വരും. പിന്നെ ലോങ് ടൈം സ്റ്റോറേജ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാറ്റ് സെപ്പറേഷൻ അവിടെ നടക്കും. പിന്നെ കോഫി ഉണ്ടാക്കുമ്പോൾ കോഫിയിൽ ഇങ്ങനെ ഫെദറിങ് പോലെ, അതായത് ഇതിങ്ങനെ സെപ്പറേറ്റ് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോമോജിനൈസേഷൻ പ്രഷർ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും. ഓക്കെയാണ്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക്, ഇവാപ്പറേറ്റഡ് മിൽക്ക്. നെക്സ്റ്റ് ഏതാണ് നമ്മുടെ സിലബസിനകത്തുള്ളത്? ഡ്രൈഡ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് പൗഡർ. ഓക്കെയാണ്. മിൽക്ക് പൗഡേഴ്സ് അല്ലെങ്കിൽ നമുക്കതിന് എന്ത് പറയാം? ക്രീം പൗഡേഴ്സ് എന്നും കൂടി നമുക്ക് അറിയാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ മിൽക്കിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പാർഷ്യൽ റിമൂവൽ ഓഫ് വാട്ടർ. ഇവാപ്പറേറ്റഡ് മിൽക്ക് അത് ചെയ്ത പോലെ തന്നെ ഇവിടെയും നമ്മൾ പാർഷ്യൽ റിമൂവൽ ഓഫ് വാട്ടർ ഫ്രം മിൽക്ക് അല്ലെങ്കിൽ നമുക്ക് ക്രീമിൽ നിന്ന് ഒന്നെങ്കിൽ നമുക്ക് ക്രീം എടുക്കാം, അല്ലെങ്കിൽ മിൽക്കിൽ നിന്ന് നമുക്കിത് എടുക്കാവുന്നതാണ്. അതാണ് എന്തെന്ന് പറയുന്നത്? മിൽക്ക് പൗഡർ എന്ന് പറയുന്നത്. ഡ്രൈഡ് മിൽക്ക് പൗഡർ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന മിൽക്കിൽ നിന്ന് നമ്മൾ വാട്ടർ കണ്ടൻറ്റ് റിമൂവ് ചെയ്യുന്നു, പാർഷ്യലി റിമൂവ് ചെയ്യുന്നു. കംപ്ലീറ്റ്ലി നമുക്ക് അങ്ങനെ റിമൂവ് ചെയ്യാൻ ഇപ്പോൾ ആദ്യം ചെയ്യുന്നില്ല, പിന്നീട് നമ്മൾ ലാസ്റ്റ് ഡ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാർഷ്യലി നമ്മൾ റിമൂവ് ചെയ്തിട്ട് അവിടെ മോയ്സ്ചർ കണ്ടൻറ്റ് ഒരു 5% നിലനിർത്തുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പാർഷ്യലി റിമൂവ് എന്ന് പറയുന്നത്. ഡ്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ മോയ്സ്ചർ കണ്ടൻറ്റ് ഒരു 5% അവിടെ നമ്മൾ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പം മിൽക്ക് പൗഡർ എന്താ പറഞ്ഞത്? പാർഷ്യലി റിമൂവ് ചെയ്തിട്ട് നമ്മൾ കിട്ടുന്ന സാധനമാണ് മിൽക്ക് പൗഡർ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഡയറി
വൈറ്റ്നർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നുള്ളൊരു സാധനമില്ലേ, അമൂലിൻ്റെ ഒക്കെ പച്ച നിറത്തിലുള്ള ആ പാക്കറ്റ്, ഡയറി വൈറ്റ്നർ. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിൽക്ക് പൗഡർ തന്നെയാണ്, അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യും, ഷുഗർ കൂടി ആഡ് ചെയ്യും. സാധാരണ നമ്മൾ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനത്ര വലിയ മധുരമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഡയറി വൈറ്റ്നർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഷുഗർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് മിൽക്ക് പൗഡറും ഡയറി വൈറ്റ്നറും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന മിൽക്ക് പൗഡറിൻ്റെ കുറച്ച് FSSAI സ്റ്റാൻഡേർഡ്സ് നോക്കണ്ടേ. അപ്പോൾ മോയ്സ്ചർ എന്ന് പറയുമ്പോൾ ഈ മിൽക്ക് പൗഡർ നമുക്ക് ഹോൾ മിൽക്കിൽ നിന്ന് ഉണ്ടാക്കാം കേട്ടോ. അതായത് നമ്മൾ മൊത്തത്തിലുള്ള മിൽക്കിൽ നിന്ന് എടുക്കാം, അതുപോലെ തന്നെ സ്കിം മിൽക്കിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം, പിന്നെ ക്രീമിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം അല്ലേ. സ്കിം മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാറ്റ് കണ്ടൻറ്റ് റിമൂവ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നും ഉണ്ടാക്കാം, ഇതിൽ നിന്നും ഉണ്ടാക്കാം, ഹോൾ മിൽക്കിൽ നിന്നും ഉണ്ടാക്കാം, ക്രീമിൽ നിന്നും ഉണ്ടാക്കാം. അപ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റ് ഏതായാലും 5% ആണ് ഈ മോയ്സ്ചർ കണ്ടൻറ്റ് വരേണ്ടത്. 5%. ഓർക്കുക, ഡയറി വൈറ്റനർ ആകുമ്പോൾ 4%. ഡയറി വൈറ്റനർ ആകുമ്പോൾ 4%, ഇവിടെ ആകുമ്പോൾ നമുക്ക് 5% ആണ് മോയ്സ്ചർ വരിക. പിന്നെ മിൽക്ക് പ്രോട്ടീൻ നമ്മൾ ഇതുവരെ പഠിച്ചതിനകത്തെല്ലാം എത്രയായിരുന്നു, 34% തന്നെ ആയിരുന്നില്ലേ. ഇതുവരെ പഠിച്ചതെന്ന് പറയുമ്പോൾ ഇന്ന് പഠിച്ചത് കേട്ടോ. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും ഇവാപ്പറേറ്റഡ് മിൽക്കും മിൽക്ക് പൗഡറിനകത്തും എന്താ വരുന്നത്, 34%. അതിനിപ്പോൾ സ്കിം മിൽക്ക് ആയാലും ക്രീം ആയാലും ഹോൾ മിൽക്ക് ആയാലും എല്ലാത്തിനകത്തും ഇത് തന്നെ ചെയ്യുന്നത്. പക്ഷേ ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് വരുമ്പോൾ ഇവിടെ 26. നമ്മൾ ഏതിനകത്താണ് 28 ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഓർമ്മയില്ലേ. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കിനകത്തത് 28 എന്നാണ് പറഞ്ഞത്. ഇവിടെ 26% ആണ് വരുന്നുള്ളത്. ഏത് ഫാറ്റ്, ഇത് പ്രോട്ടീനാണ്, ഇത് ഫാറ്റ്. അപ്പോൾ സ്കിം മിൽക്കിനകത്ത് എന്തായാലും എന്താണ് റിമൂവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു മിനിമം മാക്സിമം 1.5 ആണ്. ഇതൊക്കെ മിനിമമാണ്, ഈ വാല്യൂസ് ഒക്കെ മിനിമമാണ്. ഇവിടെ മാക്സിമം 1.5 വരുള്ളൂ, മാക്സിമം 1.5 വരുള്ളൂ. ഇനി ക്രീമിനകത്താണെങ്കിലോ 42% ഫാറ്റ് ആയിരിക്കും. അപ്പോൾ ഹോൾ മിൽക്ക് എടുത്താൽ 26% ആണ്, സ്കിം മിൽക്ക് എടുത്താൽ 1.5 ആണ്, ക്രീം എടുത്താൽ 42% എന്താണ് ഫാറ്റാണ് വരിക. പിന്നെ ടൈട്രേറ്റബിൾ അസിഡിറ്റി വേണമെങ്കിൽ നോക്കിക്കോളൂ 18. ഇനി നമ്മൾ ഡയറി വൈറ്റ്നറിനകത്ത് എന്താ പറഞ്ഞത്, ഷുഗർ കൂടി ആഡ് ചെയ്യുന്നു പറഞ്ഞല്ലേ. ഷുഗർ ആഡ് ചെയ്താൽ അത് 18% ആണ്. ഷുഗർ ആഡ് ചെയ്യുന്നത് 18% ആണ് നമ്മൾ അതിനകത്ത് ഷുഗർ ആഡ് ചെയ്യുന്നുള്ളത്. ഓക്കെ ആണ്, ഷുഗർ ആഡ് ചെയ്യുന്നുള്ളത് 18% ആണ് അവിടെ ഷുഗർ ആഡ് ചെയ്യുന്നുള്ളത്. ഏതിൻ്റെ കേസിൽ, നമ്മൾ ഡയറി വൈറ്റ്നറിൻ്റെ കേസിൽ. പിന്നെ അവിടെ ഡയറി വൈറ്റ്നറിൻ്റെ കേസിൽ ഇതുണ്ടാവില്ല കേട്ടോ, എന്താണ് നമ്മുടെ ഫാറ്റ് ഇത്രത്തോളം ഉണ്ടാവില്ല, 26, 42 ഒന്നും ഏതിൻ്റെ കേസിൽ ഉണ്ടാവില്ല, ഡയറി വൈറ്റ്നറിൻ്റെ കേസിൽ ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഇത്രയും കാര്യങ്ങളാണ് FSSAI സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഫ്ലോ ഡയഗ്രാമിലോട്ട് പോകുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ തന്നെയാണ് വരുന്നുള്ളത്. വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ മാറ്റങ്ങളാണ് വരുന്നുള്ളത്. ആദ്യം നമ്മൾ മിൽക്കിനെ റിസീവ് ചെയ്യുന്നു, അതിനുശേഷം ഒന്ന് ഫിൽട്ടർ ചെയ്യുന്നു അല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്യുന്നു, എന്നിട്ടൊന്ന് ചില്ല് ചെയ്യുന്നു. ചില്ല് ചെയ്തിട്ടാണ് സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്നുള്ളത്. 1.277 ആണ് സ്റ്റാൻഡർഡൈസേഷൻ. 1.277 ആണ് സ്റ്റാൻഡർഡൈസേഷൻ്റെ കേസിൽ വരുന്നുള്ളത്. പിന്നെ സ്കിം മിൽക്ക് ആകുമ്പോൾ അവിടെ ഫാറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്താണ് ഫാറ്റിന് സ്റ്റാൻഡർഡൈസേഷൻ ആവശ്യമില്ല. ഓക്കെ, 1.277 ആണ് നമ്മൾ സ്റ്റാൻഡർഡൈസേഷനിൽ കൊണ്ടുവരേണ്ടത്. ഹോൾ മിൽക്ക് ആണെങ്കിൽ കേട്ടോ, ഹോൾ മിൽക്ക് ആണെങ്കിൽ. അങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്തതിന് നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്യും. ഫോർ വാമിംഗ് എന്ന് പറയുന്നില്ലേ, പ്രീ ഹീറ്റ് ചെയ്യും. ഈ പ്രീ ഹീറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കുറച്ച് കുറവാണ്. നമ്മൾ മറ്റേതിൻ്റെ കേസിലൊക്കെ എത്രയാണ് പറഞ്ഞത്, ഇവാപ്പറേറ്റഡും കണ്ടൻസ്ഡ് ഒക്കെ ആകുമ്പോൾ 115 to 120 അല്ല പറഞ്ഞത്. ഇവിടെ ഒരു 85 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ഒരു 10 മിനിറ്റ്സിൽ. അങ്ങനെ ചെയ്താൽ എന്താണ് കണ്ടൻസിങ്ങിൻ്റെ സമയത്ത് ഇവിടെ സ്റ്റെബിലിറ്റി കൂടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ വാമിംഗ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ഇവാപ്പറേഷൻ ചെയ്യുന്നു. ഇവാപ്പറേഷൻ ചെയ്തിട്ട് വാട്ടർ കണ്ടൻറ്റ് റിമൂവ് ചെയ്യുന്നു, എന്നിട്ട് ഹോമോജനൈസേഷൻ ചെയ്യുന്നു. ഹോമോജനൈസേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് ഇവാപ്പറേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ അതിനകത്ത് ടോട്ടൽ സോളിഡ്സ് ഒരു 50% ഒക്കെ ആക്കി മാറ്റണം. 50% ഒക്കെ ടോട്ടൽ സോളിഡ്സ് വരും. ഫൈനൽ പ്രൊഡക്റ്റിനകത്ത് നമുക്കറിയാം 5% ആണ് മോയ്സ്ചർ, അപ്പോൾ ബാക്കിയുള്ള 95% ടോട്ടൽ സോളിഡ്സ് ആണ് കേട്ടോ. ഹോമോജനൈസേഷൻ നമ്മൾ ചെയ്യുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഫാറ്റ് ഫോർമേഷൻ അവിടെ ഇല്ലാണ്ടിരിക്കാൻ, എല്ലാം ഹോമോജനൈസ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതും ഹോൾ മിൽക്ക് പൗഡറിൻ്റെ കേസിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. സ്കിംഡ് മിൽക്കിൻ്റെ കേസിൽ നമുക്ക് ഹോമോജനൈസേഷൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ് പറ, ഫാറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ആ ഹോമോജനൈസേഷൻ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്യും. ഇവിടെയും ഒരു 75 to 85 ഡിഗ്രി സെൽഷ്യസിലാണ്. അതിന് ശേഷമാണ് നമ്മൾ ഡ്രൈ ചെയ്തിട്ട് പാക്ക് ചെയ്യുന്നത്. ഓക്കെ, റിസീവ് ചെയ്യുന്നു, ഫിൽട്ടർ ചെയ്യുന്നു, എന്നിട്ടൊന്ന് ചില്ല് ചെയ്യുന്നു, എന്നിട്ട് സ്റ്റാൻഡർഡൈസേഷൻ 1:2.77 ആണ് ഫാറ്റും SNF തമ്മിലുള്ള റേഷ്യോ. ആ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. പ്രീ ഹീറ്റിന് ശേഷമാണ് ഇവാപ്പറേഷൻ ചെയ്തിട്ട് ഹോമോജനൈസ് ചെയ്യുന്നത്. ഹോമോജനൈസേഷൻ കഴിഞ്ഞിട്ട് ഒന്ന് ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രൈ ചെയ്തിട്ട് പാക്ക് ചെയ്യുന്നത്.
ഡ്രൈ ചെയ്തിട്ട് പാക്ക് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ഡ്രൈയിങ്ങിന് മുമ്പേ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈയിങ്ങിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഡ്രൈയിങ്ങിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോമോജനൈസേഷൻ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഹീറ്റിങ്ങിലോട്ട് വിടുന്നുള്ളത്. ഓക്കെ, ആ ഒരു എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു സാധനം കൂടി നമ്മൾ ഓർക്കാനുണ്ട്. ഇതിന് ഡ്രൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ അറ്റോമൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്. അറ്റോമൈസേഷൻ എന്ന് പറയുമ്പോൾ അറ്റോമൈസറിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ പാർട്ടിക്കിൾസിന്, നമ്മുടെ ഈ ഇവാപ്പറേറ്റഡ് മിൽക്കിനെ നമ്മൾ പാസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, അത് സ്പ്രേ പോലെ, അതായത് ആറ്റംസ് ആയിട്ട്, സ്പ്രേ ആയിട്ട്, ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് നമ്മുടെ എന്താണ് ഇവാപ്പറേറ്റഡ് മിൽക്കിനെ അത് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഹൈ ടെമ്പറേച്ചറിലൂടെ അത് പാസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ ഡ്രോപ്ലെറ്റ്സ് പെട്ടെന്ന് തന്നെ ക്വിക്ക്ലി അത് ഡ്രൈ ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ എഫിഷ്യൻ്റ് അറ്റോമൈസേഷൻ നടക്കണമെങ്കിൽ ഒരു 50 മൈക്രോമീറ്ററുള്ള ഒരു ഡയമീറ്റർ ആയിരിക്കണം നമ്മുടെ ആറ്റംസിൻ്റെ, അത്രയും ചെറുതാണ്. അപ്പോൾ ഈ എന്താണ് അറ്റോമൈസേഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നുള്ള, അതായത് നമ്മൾ ഇവാപ്പറേഷൻ ചെയ്തു അതിനകത്തുള്ള മോയ്സ്ചർ കണ്ടന്റ് പെട്ടെന്ന് കുറക്കാൻ വേണ്ടിയിട്ട്, റാപ്പിഡ് ആയിട്ടുള്ള ഇവാപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് അറ്റോമൈസേഷൻ ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയൊന്നും ഇത് വലിയ കാര്യത്തിൽ ബാധിക്കില്ല. അപ്പോൾ പ്രഷർ ജെറ്റ് ടൈപ്പ് ഉണ്ട്, സെൻട്രിഫ്യൂഗൽ ടൈപ്പ് ഉണ്ട്, ന്യൂമാറ്റിക് ടൈപ്പ് ഉണ്ട്, ഹാങ്ങിങ് ബോൾ ടൈപ്പ് ഉണ്ട്, ഡിസ്ക് ടൈപ്പ് ഉണ്ട്, റിംഗ് ജെറ്റ് ടൈപ്പ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിൽ അറ്റോമൈസേഷൻ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അറ്റോമൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിക്വിഡിനെ നമ്മൾ എടുക്കുന്നു, നമ്മുടെ മിൽക്ക്, ഇവാപ്പറേറ്റഡ് മിൽക്കിനെ നമ്മൾ എടുക്കുന്നു. എന്നിട്ട് ഇങ്ങനെ അറ്റോമൈസിങ് ഗ്യാസിലൂടെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ സ്പ്രേ ആയിട്ട് പോകുന്നു, അല്ലെ, സ്പ്രേ ആയിട്ട് മാറുന്നു. അങ്ങനെ സ്പ്രേ ആയിട്ട് മാറുന്നത് നമ്മളിതൊരു ചേംബറാണ്, ആ ചേംബറിനകത്തേക്കാണ് ഇങ്ങനെ പോകുന്നത്. ആ ചേംബറിനകത്ത് എന്ന് പറയുമ്പോൾ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. അങ്ങനെ ആ ഹൈ ടെമ്പറേച്ചർ, ഇതാണ് ഡ്രൈയിങ് ചേംബർ എന്ന് പറയുന്നത്, ഡ്രൈയിങ് ചേംബർ. അങ്ങനെ അത് പൗഡറായിട്ട് അത് താഴെ സെറ്റിലാവും. ആ വന്നിരിക്കുന്ന പൗഡറിനെ നമ്മൾ സൈക്ലോൺ സെപ്പറേറ്ററിലോട്ട് കൊണ്ടുപോകും. ആ സൈക്ലോൺ സെപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഈ ഗ്യാസും പോകുന്നുണ്ട്, പൗഡറും പോകുന്നുണ്ട്. അപ്പോൾ ഈ ഗ്യാസിന് മാത്രം ഈ സൈക്ലോൺ സെപ്പറേറ്ററിനകത്ത് നമ്മുടെ പൗഡറിന് ഡ്രൈ ചെയ്ത നമ്മുടെ മിൽക്ക് പാർട്ടിക്കിൾസിന് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് അവർ വന്ന് സെറ്റിലാവും. അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റും. പിന്നെ ഈ ഗ്യാസ് മാത്രം മേലെ നിൽക്കും, അവർ താഴെ വന്ന് സെറ്റിൽ ചെയ്യില്ല. അതിന് നമ്മൾ ഹെപ്പാ ഫിൽറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഹൈ എഫിഷ്യൻസി പർട്ടിക്കുലേറ്റ് എയർ ഫിൽറ്റർ, അതിലൂടെ നമ്മൾ പാസ് ചെയ്തിട്ട് ക്ലീൻ എയറിനെ നമ്മൾ പുറത്തോട്ട് വിടും. ഓക്കെ, ഇതാണ് മെയിനായിട്ട് ഇതിനകത്ത് നടക്കുന്നുള്ളത്. ഓക്കെ, സോ ഈ ഡ്രൈയിങ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്പ്രേ ഡ്രൈയിങ് ചെയ്യാം, ഡ്രം ഡ്രൈയിങ് ഉണ്ട്. കോമൺ ആയിട്ട് ഇപ്പോൾ ചെയ്യുന്നുള്ളത് സ്പ്രേ ഡ്രൈയിങ് തന്നെയാണ് കേട്ടോ. സ്പ്രേ ഡ്രൈയിങ് ആണ് നമ്മളിപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള മിൽക്കാണ് നമ്മൾ ഇതിലൂടെ പാസ് ചെയ്യുന്നുള്ളത്. മൈന്യൂട്ട് ഡ്രോപ്ലെറ്റ്സ് ആയിട്ട്, ഫോഗ് ലൈക്ക് മിസ്റ്റ് പോലെയാണ് നമ്മളത് പാസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, ഒരു ഡ്രൈയിങ് ചേമ്പറിലോട്ട് എത്തുമ്പോൾ അത് ഹോട്ട് എയറുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഇവാപ്പറേറ്റഡ് ആയിട്ട് അത് പെട്ടെന്ന് അവിടെ എന്താണ് താഴോട്ട് വന്ന് സെറ്റിൽ ചെയ്യും. ഇവിടെ ലാർജ് സർഫസ് ഏരിയ ആണ് ഉള്ളത്, നമ്മുടെ ഡ്രൈയിങ് ചേമ്പറിനകത്ത് നല്ല സർഫസ് ഏരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് മിൽക്ക് പാർട്ടിക്കിൾസ് പെട്ടെന്ന് ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ വന്ന് താഴെ വീഴുന്ന ഡ്രൈ ആയിട്ടുള്ള പാർട്ടിക്കിൾസിന് അപ്പം തന്നെ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡ്രൈയിങ് ടൈം എന്ന് പറയുന്നത് ഇവിടെ വളരെ കുറവാണ്. ടെമ്പറേച്ചർ നോക്കിയാൽ 150 to 200 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. ആ ചേമ്പറിനകത്തുള്ള ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 150 to 200 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ ചേമ്പറിനകത്ത് നിന്ന് നമ്മൾ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്, സൈക്ലോൺ സെപ്പറേറ്ററിലേക്കാണ് കൊണ്ടുപോയത്. ആ സൈക്ലോൺ സെപ്പറേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്, അതുവരെ നമ്മുടെ പൗഡർ എയറുമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെ, മിക്സ് ചെയ്തിട്ടാണ്. അങ്ങനെ അതിങ്ങനെ സ്പ്രേ പോലെ ഇങ്ങനെ തെറിക്കുകയല്ലേ ചെയ്യുന്നുള്ളത്, അപ്പോൾ തെറിച്ച് വീഴുകയല്ലേ ചെയ്യുന്നുള്ളത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ്, എയറുമായിട്ട് ഇത് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എയറിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈക്ലോൺ സെപ്പറേറ്റർ യൂസ് ചെയ്യുന്നുള്ളത്. അങ്ങനെ സൈക്ലോൺ സെപ്പറേറ്ററിലേക്ക് കൂടി ഇത് പാസ് ചെയ്യുമ്പോൾ നമ്മുടെ പൗഡറിൻ്റെ പാർട്ടിക്കിൾസിന് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് അവർ താഴെ വന്ന് സെറ്റിൽ ചെയ്യും. ഗ്യാസ് മേലെ കൂടി നെക്സ്റ്റ് ഹെപ്പാ ഫിൽറ്ററിലൂടെ കൂടി പോയിട്ട് അവിടെ നിന്ന് അത് ക്ലീൻ ചെയ്തിട്ട് അത് പോകും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, കൂൾ ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു 30 ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് ഇതിനെ കൂള് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും ഡ്രൈ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഡ്രൈയിങ്ങിൽ നമ്മൾ പറഞ്ഞ 5% ഒന്നും മോയ്സ്ചർ എത്തില്ല. അപ്പോൾ ഒരു സെക്കൻഡറി ഡ്രൈയിങ് പ്രോസസ്സ് കൂടി ഉണ്ട്, അതാണ് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. എന്താണ് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രൈയിങ് എന്ന് പറയുന്നത്, അതാണ് സെക്കൻഡറി ആയിട്ട് നമ്മൾ ചെയ്യുന്നുള്ളത്. ഓക്കെ, ആദ്യം ഡ്രൈയിങ് ചേമ്പറിലൂടെ പാസ് ചെയ്തിട്ട് നമ്മൾ സൈക്ലോൺ സെപ്പറേറ്ററിലൂടെ എടുക്കും. അതിനുശേഷം നമ്മളൊന്ന് സെക്കൻഡറി ഡ്രൈയിങ് ചെയ്യുന്നുണ്ട്, അതാണ് എന്താണ് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, പാസിങ് എ സ്റ്റെറൈൽ ഹോട്ട് എയർ
ത്രൂ ദ പ്രൊഡക്റ്റ് ലെയർ. ഓക്കെ, പ്രൊഡക്റ്റ് ലെയറിൽ കൂടി നമ്മൾ എന്താണ് ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഹോട്ട് എയർ പാസ് ചെയ്യാണ് കൺട്രോൾഡ് വെലോസിറ്റിയിൽ. അപ്പോൾ ഒരു ഫ്ലൂയിഡൈസ്ഡ് സ്റ്റേറ്റ് അവിടെ ഫോം ചെയ്യും. ഓക്കെ, ഫ്ലൂയിഡൈസ്ഡ് സ്റ്റേറ്റ് അവിടെ ഫോം ചെയ്യും. അപ്പോൾ നമ്മളൊരു ഡ്രൈയിങ് ചേമ്പറിനകത്ത് 8% ആയിരുന്നു കിട്ടിയ പൗഡറിന് 8% ആയിരുന്നു. അതും കൂടി കഴിയുമ്പോൾ നമുക്കൊരു 4%-ലൊക്കെ നമുക്ക് മോയ്സ്ചർ കണ്ടൻറ്റ് കിട്ടും. കുറച്ചുകൂടെ കുറച്ചിട്ട് നമുക്കത് കിട്ടും. ഒരു 3% ഒക്കെ അവിടുന്ന് വീണ്ടും കുറക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സെക്കൻഡറി സ്റ്റേജുകളും കൂടി ചെയ്തിട്ടാണ് നമുക്കിത് കിട്ടുന്നുള്ളത്. പിന്നെ പാക്കേജിങ്ങിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ സാച്ചറ്റ്സിൽ, പിന്നെ അതുപോലെ തന്നെ അലൂമിനിയം പൗച്ചിൽ ഉണ്ടാവാറുണ്ട്, പേപ്പർ ബാഗ്സിൽ ഉണ്ടാവാറുണ്ട്, ടിൻസിൽ ഉണ്ടാവാറുണ്ട്, പ്ലാസ്റ്റിക് ഡ്രംസിലൊക്കെയാണ് ഇത് പാക്ക് ചെയ്യുന്നുള്ളത്. നമുക്കൊരു 1 year ഒക്കെ ഇതിനെ സൂക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്നതാണ് നമുക്ക് എന്താണ് ഫുഡ്സ് ഫോർ ഇൻഫാൻറ്റ് ന്യൂട്രീഷൻ. ഓക്കെ, അങ്ങനെ ഒരു ടോപ്പിക്ക് കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ പറയാവുന്നതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡ്രൈഡ് മിൽക്ക് പൗഡർ ഉണ്ടല്ലോ, ആ ഡ്രൈഡ് മിൽക്ക് പൗഡറിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ആഡ് ചെയ്യും? കുറച്ച് അധികം മധുരം കിട്ടാൻ വേണ്ടി കാർബോഹൈഡ്രേറ്റ്സ് ആഡ് ചെയ്യും. അതായത് നമ്മുടെ സൂക്രോസ് ആഡ് ചെയ്യാം, ഡെക്സ്ട്രോസ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഡെക്സ്റ്റിൻസ്, മാൾട്ടോസ്, ലാക്ടോസ്, അങ്ങനെ ഒരുപാട് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫൻസ് സാധാരണ എന്താ കഴിക്കുക? അമ്മയിൽ നിന്ന് കിട്ടുന്ന പാലാണല്ലോ അവർ കുടിക്കാറുള്ളത്. അപ്പോൾ അതിന് നല്ല മധുരമുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ മിൽക്കിന് എന്താണ് പശു മിൽക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മിൽക്ക് പൗഡറിന് അത്ര മധുരം ഇല്ലല്ലോ. അപ്പോൾ അത് കുട്ടികൾക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിലല്ലേ അവർ കഴിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കുറച്ച് സൂക്രോസ്, മാൾട്ടോസ്, ഡെക്സ്ട്രിൻസ്, അതുപോലെ തന്നെ മാൾട്ടോ ഡെക്സ്ട്രീൻ, ലാക്ടോസ് അതുപോലുള്ള കോമ്പൗണ്ട്സ് ആഡ് ചെയ്യും. അത് ഇതിലേക്കാണ് ഈ ഡ്രൈഡ് മിൽക്ക് പൗഡറിനകത്തേക്ക് തന്നെയാണ് ഇത് ആഡ് ചെയ്യുന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എന്താണ് സാൾട്ട് കൂടി ആഡ് ചെയ്യും. അവർക്ക് കുറച്ച് ന്യൂട്രീഷ്യസ് ആയിട്ടല്ലേ നമ്മൾ കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്താണ് കുറച്ച് ഫോസ്ഫേറ്റ് ആഡ് ചെയ്യാം, സിട്രേറ്റ്സ് ആഡ് ചെയ്യും, അതുപോലെ തന്നെ പിന്നെ കുറച്ച് വൈറ്റമിൻസ്, അതായത് ADE അല്ലേ, ADE ഇത്രയാണ് നമ്മുടെ മിൽക്കിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളത്. പിന്നെ B ഗ്രൂപ്പ്, പിന്നെ വൈറ്റമിൻ C ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ചില മിനറൽസ് ആയിട്ടുള്ള അയൺ, കോപ്പർ, സിങ്ക്, അയഡിൻ ഇതൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുള്ളത്. അങ്ങനെയാണ് ഇൻഫാൻസിന് വേണ്ടി ഉണ്ടാക്കുന്നുള്ള മിൽക്ക് പ്രൊഡക്ട്സ്, ന്യൂട്രീഷൻ, ഫുഡ്സ് ഫോർ ഇൻഫാൻറ്റ് ന്യൂട്രീഷൻ. കാർബോഹൈഡ്രേറ്റ് ആഡ് ചെയ്യും, ചില സാൾട്ട്സ് ലൈക്ക് ഫോസ്ഫേറ്റും സിട്രേറ്റും ആഡ് ചെയ്യും, വിറ്റാമിൻസ് ആഡ് ചെയ്യും, സിയും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില എന്താണ് മിനറൽസ് ലൈക്ക് അയൺ, കോപ്പർ, സിങ്ക്, അയണൊന്നും നമ്മുടെ മിൽക്കിനകത്ത് പ്രസൻ്റ് അല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ചെറിയ കുട്ടികൾക്കാണ് കൊടുക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു തരത്തിലുള്ള അഡിറ്റീവ്സോ പ്രിസർവേറ്റീവ്സോ ഏതെങ്കിലും ആഡഡ് ആയിട്ടുള്ള ഫ്ലേവറോ ആഡഡ് ആയിട്ടുള്ള കളറോ ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. ആൻറ്റി ഓക്സിഡൻസ് അതുപോലെ തന്നെ സ്റ്റാർച്ച് അതുപോലുള്ള കുറച്ച് എന്തൊക്കെയോ സാധനങ്ങൾ ആഡ് ചെയ്യാറില്ലേ, അതൊക്കെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്തിട്ട് വേണം ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു റാൻസിഡ് ടേസ്റ്റോ അതുപോലെ തന്നെ മസ്റ്റി ഓർഡർ ഇതൊന്നും വരാൻ പാടില്ല. ഇറ്റ് ഷാൾ ബി ഫ്രീ ഫ്രം ഡേർട്ട്, പ്രിസർവേറ്റീവ്സ്, ആഡഡ് കളർ, ഫ്ലേവർ. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവേണ്ടത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അത്തരം കാര്യങ്ങളൊന്നും ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടി വരാറില്ല. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ എന്താണ് നമ്മുടെ FSSAI സ്റ്റാൻഡേർഡ്സ് ആണ് കുറച്ച് പണിയുള്ളത്. അതായത് ഒരുപാട് സാധനങ്ങളുടെ വലിയൊരു ലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് പ്രോട്ടീൻ നോക്കുകയാണെങ്കിൽ ഒരു 10 to 16% വരാം. എന്താണ് 100 ഗ്രാമിനകത്താണ് കേട്ടോ. 100 ഗ്രാമിനകത്ത് എന്താണ് 10 to 16% പ്രോട്ടീൻ വേണം. 10 to 16% പ്രോട്ടീൻ വേണം. ഫാറ്റ് എന്ന് പറയുമ്പോൾ ഒരു 18 to 25% വേണം. 18 to 25% വേണം ഏത് ഫാറ്റ് എന്ന് പറയുന്നത്. പിന്നെ കാർബോഹൈഡ്രേറ്റ് നമ്മൾ പറഞ്ഞില്ലേ മധുരം ആഡ് ചെയ്യുന്ന, അതൊരു 45 to 70% വരെ പോവാം. 45 to 70% വരെ എന്ത് പോവാം? നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന എന്തായിരുന്നു കാർബോഹൈഡ്രേറ്റ്സ് പോവാം. അപ്പോൾ ഇത് പ്രോട്ടീനാണ്, ഇത് ഫാറ്റാണ്, ഇത് കാർബോഹൈഡ്രേറ്റ് ആണ്. പ്രോട്ടീൻ 10 to 16%, ഫാറ്റ് 8 to 25%, കാർബോഹൈഡ്രേറ്റ് 45 to 70% വരെ പോവാവുന്നതാണ്. ഓക്കെയാണ്. പിന്നെ ഇനി നെക്സ്റ്റ് വിറ്റാമിൻ എ നമ്മൾ പറഞ്ഞില്ലേ, വിറ്റാമിൻ എ എന്ന് പറയുന്നത് ഒരു 350 to 820 മില്ലിഗ്രാം ഓക്കെ മില്ലിഗ്രാം വരെ നമുക്ക് പോകാവുന്നതാണ്. വിറ്റാമിൻ ഡി എന്ന് പറയുമ്പോൾ ഒരു 5 to 14. ഓക്കെ, വിറ്റാമിൻ ഡി ഒക്കെ വളരെ കുറവായിരിക്കണം. പിന്നെ വിറ്റാമിൻ ഇ 2.5 to 6 ആണ്. എല്ലാം പഠിച്ചു വെക്കണ്ട, പക്ഷേ ഏതാ പഠിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞാൽ അയൺ ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുടെ ലിസ്റ്റ് ഉണ്ട് കേട്ടോ. അതിനകത്ത് നമുക്ക് അയൺ പഠിച്ചു വെക്കാം. അയൺ എന്ന് പറയുമ്പോൾ ഒരു 3 to 7 മില്ലിഗ്രാം ആണ്. ഇത് മൈക്രോഗ്രാം ആണ് കേട്ടോ. 350 to 820
അതുപോലെ തന്നെ വിറ്റാമിൻ ഡി 5 to 14. ഈ വൈറ്റമിൻസിൻ്റെ കണക്ക് പറഞ്ഞതൊക്കെ മ്യൂഗ്രാം ആണ്. മ്യൂഗ്രാം എന്ന് വെച്ചാൽ മൈക്രോഗ്രാം ആണ്. മില്ലിഗ്രാം എന്ന് പറയുമ്പോൾ നമ്മുടെ അയൺ എത്രയാണ്? 3 to 7 മില്ലിഗ്രാം വരെ പോവാം. 3 to 7 മില്ലിഗ്രാം പോവാം. പിന്നെ സിങ്ക് ഒരു 2.5 to 7 മില്ലിഗ്രാം വരെ പോവാം. 5 3 to 7 അയൺ, സിങ്ക് 2.5 to 5 വരെ നമുക്ക് സിങ്കിൻ്റെ പോവാം. പിന്നെന്തായിരുന്നു? കാൽഷ്യം ഫോസ്ഫറസ് റേഷ്യോ എപ്പോഴും 2:1 ആയിരിക്കണം. 1:1 തൊട്ട് 2:1 വരെ പോവാം. കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെ കാൽഷ്യം ഒരു 250 to 700 മില്ലിഗ്രാംസ് ആണ്. കാൽഷ്യം ഒരു 250 to 700 മില്ലിഗ്രാംസ് ആണ് കാൽഷ്യം പോകുന്നുള്ളത്. ഫോസ്ഫറസ് ആണെങ്കിൽ ഒരു 125 to 500 ഗ്രാം ആണ്. ഏറ്റവും കൂടുതൽ കാൽഷ്യമാണ് 250 to 700 ഗ്രാം. അതിനുശേഷമാണ് മില്ലിഗ്രാം. അതിനുശേഷമാണ് ഫോസ്ഫറസ് 125 to 500 ഗ്രാംസ്. പിന്നെ ഈ അയണും കോപ്പറൊക്കെ ചെറിയ അളവിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത്. പിന്നെ നമുക്ക് MCQs ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കൂടുതലായി കിട്ടിയാൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഉള്ളത് ഫ്രോസൺ ഡെസേർട്ട്സും ഐസ്ക്രീമും അല്ലേ, കുറച്ച് കാര്യങ്ങളായിരിക്കും. അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഉച്ചയ്ക്ക് ശേഷം ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഡയറി സയൻസിൻ്റെ റിവിഷൻ ഞാൻ പറഞ്ഞു, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്തിരിക്കണം. നാളെ രാവിലെ 6 മണിക്ക് വീഡിയോ ചാനലിനകത്ത് ഉണ്ടാവും. ഓക്കെ, നാളെ എന്ന് പറയുമ്പോൾ 28-ാം തീയതി. ഓക്കെ, 28-ാം തീയതി രാവിലെ 6 മണിക്ക് നിങ്ങൾക്ക് MCQസിൻ്റെ വീഡിയോ കാണാം, ഡയറി സയൻസിൻ്റെ. ഓക്കെ, അപ്പോൾ അതോടുകൂടി നാളെ ഉച്ചത്തോടുകൂടി നിങ്ങൾ ഡയറി സയൻസ് കൂട്ടിയിരിക്കണം. പിന്നെ നമ്മൾ നോക്കും എപ്പോഴും ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഓക്കെയാണ്. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക്